വിഷയങ്ങളിൽ മാത്രം ഒതുക്കി പരമാവധി ലിബറൽ സ്വഭാവത്തിലേക്ക് പുതിയ തലമുറ വഴി തെറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇതിനെല്ലാമുള്ള പ്രഥമ പരിഹാരം അചഞ്ചലമായ അല്ലാഹുവിലുള്ള വിശ്വാസം ഉൾക്കൊള്ളുക എന്നതാകയാൽ നമ്മുടെ എല്ലാ പ്രഭാഷണങ്ങളുടെയും വഅളുകളുടെയും നല്ല ഒരു ഭാഗം തീർച്ചയായും ഈമാൻ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ആശയങ്ങളും ചിന്തകളും ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. പരിശുദ്ധ ഇസ്ലാമിന് 3 ഭാഗങ്ങളാണ് അള്ളാഹു സംവിധാനിച്ചത്. ഒന്ന് അടിസ്ഥാന വിശ്വാസ സിദ്ധാന്തങ്ങളാണ്. രണ്ടാമത്തെ ഭാഗം അനുഷ്ഠാന മുറകളാണ്. നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും ഒക്കെ പോലെ. മതത്തിന്റെ 3-ാം പാർട്ട് നമ്മുടെ പെരുമാറ്റ രീതിയാണ്. സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും അയൽവാസികളോടും മറ്റുള്ളവരോടുമൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇടപഴകേണ്ടത് എന്ന് സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരു ഭാഗമാണ്. മതത്തിന്റെ ഈ 3 ഭാഗങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് ഉസൂലുദ്ദീൻ, മതത്തിന്റെ അടിസ്ഥാന വിശ്വാസ സിദ്ധാന്തങ്ങൾ എന്ന് പറയപ്പെടുന്ന ഈമാൻ കാര്യങ്ങളാണ്. ഈമാൻ കാര്യങ്ങളുടെ അടിത്തറ ഏകനായ അല്ലാഹുവിലുള്ള ഉറച്ച വിശ്വാസമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ എല്ലാ അമ്പിയാക്കളും പ്രബോധനം ചെയ്ത അടിസ്ഥാന ആദർശവും അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസമാണ്. അവിടുന്ന് പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എൻ്റെ മുൻഗാമികളായ സർവ പ്രവാചകന്മാരും ഇവിടെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവനായി അല്ലാഹു ഒരുവൻ മാത്രമേ ഉള്ളൂ. ഈ ഒരാശയമാണ് എല്ലാ നബിമാരും ഇവിടെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഇവിടെ 2 കാര്യം നമ്മൾ ഗ്രഹിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ ചരാചരങ്ങളെ മുഴുവനും സൃഷ്ടിച്ച ഒരു സ്രഷ്ടാവുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുക എന്നതാണ്. രണ്ടാമതായി, ആ സ്രഷ്ടാവ് അവൻ ഏകനാണെന്നും അവൻ മാത്രമേ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവനുള്ളൂ എന്നും നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുക എന്നതുമാണ്. ഈ 2 കാര്യങ്ങളുമാകട്ടെ നമ്മുടെ മനസ്സിന് ബോധ്യപ്പെടണം. അല്ലാഹുവാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്നും അവൻ മാത്രമാണ് ആരാധ്യൻ എന്നും ഓരോരുത്തരുടെയും മനസ്സിന് ബോധിക്കണം. അത് വാപ്പ പറഞ്ഞിട്ടുണ്ട്, തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ
അത് നമ്മുടെ ഖൽബിൽ ഈമാൻ എന്ന രീതിയിലുള്ള അറിവായി മാറുകയില്ല. ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടുക എന്നത് 4 തരത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, അറബ് ഭാഷയിൽ വഹ്മ് എന്ന് പറയുന്ന ഒരു രീതി. ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ചെറിയ ഒരു തോന്നൽ, ഒരു ഊഹം. ഉദാഹരണത്തിന് അല്ലാഹു ഉണ്ട് എന്ന് നമ്മുടെ മനസ്സിൽ ഒരു ഊഹം ഉണ്ട്. എന്നാൽ അതിന്റെ നേരെ എതിരിലുള്ളത് ഇല്ല എന്നതിൽ മുൻതൂക്കം ഉണ്ടാകുന്ന ചിന്തയായി. അപ്പൊ അല്ലാഹു ഉണ്ട് എന്നൊരു ഊഹം തോന്നിയത് കൊണ്ട് മാത്രം നമ്മളെ ഖൽബിൽ അല്ലാഹുവിലുള്ള വിശ്വാസം ഉണ്ടാകും. രണ്ടാമത്തെ ഒരു രീതി ശക്ക് എന്ന് പറയും. ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നതും അതിന്റെ നേരെ എതിരിലുള്ളതും മനസ്സിൽ ഒരുപോലെ നിൽക്കുമ്പോഴാണ് ശക്ക് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് അല്ലാഹു ഉണ്ട് എന്നതും ഇല്ല എന്നതും നമ്മുടെ മനസ്സിൽ ഒരേ അളവിലാണ് തോന്നുന്നതെങ്കിൽ അത് ശക്കാണ്. അതും ഈമാൻ എന്ന് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. മൂന്നാമത്തെ ഒരവസ്ഥ ലന്നി എന്ന് പറയും. ഒരു ധാരണ അല്ലെങ്കിൽ വിചാരം എന്നൊക്കെ നമ്മൾ പറയുന്നു. അവിടെ അല്ലാഹു ഉണ്ട് എന്ന് നമുക്കൊരു മികച്ച ധാരണ മനസ്സിൽ വരുന്നുണ്ടെങ്കിലും അതിന്റെ അപ്പുറത്തൊരു വഹ്മ്, ഒരു തോന്നൽ ബാക്കിയില്ല, ഇല്ലേ? അതും ഈമാനാവുകയില്ല. നാലാമത്തെ അവസ്ഥ ഇൽമ് എന്നാണ് പറയുന്നത്. യഖീൻ എന്ന് വേണമെങ്കിലും പറയാം. എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നത് ഉറച്ച വിശ്വാസമായി നമ്മളെ മനസ്സിൽ നിലനിൽക്കുകയും അതിന്റെ അപ്പുറത്ത് ഇല്ലേ എന്ന ഒരു ചോദ്യത്തിന് പോലും അവസരമില്ലാത്ത, ഒരു തോന്നൽ പോലും വരാത്ത വിധത്തിൽ അടിയുറച്ച ബോധ്യമുണ്ടാകുമ്പോഴാണ് അതിനെ ഇൽമ്, യഖീൻ എന്നൊക്കെ പറയും. അപ്പൊ അല്ലാഹു ഉണ്ട് എന്നത് യഖീനായി, ഇൽമായി, ഒരു ചാഞ്ചല്യവും ചാഞ്ചാട്ടവും ഇല്ലാതെ നമ്മളെ മനസ്സിൽ രൂഢമൂലമായി ഉറച്ച വിശ്വാസമായി മാറും. അതാണ് അല്ലാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹദ്ദാദ് ചൊല്ലുമ്പം സാധാരണ നമ്മൾ കേൾക്കാറുണ്ട്, ഇത് പരിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തമാണ്. ഫഅലം എന്ന് പറഞ്ഞാൽ നീ കാര്യകാരണം സഹിതം മനസ്സിലാക്കിയിരിക്കണം. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരാരാധ്യനും ഇല്ല. അപ്പൊ അത് നമുക്ക് മനസ്സിലങ്ങോട്ട് ഉറച്ച വിശ്വാസമായി മാറും. ഒരു വിഷയം നമ്മളെ മനസ്സിൽ ഉറച്ച വിശ്വാസമായി മാറാൻ, ഒരറിവായി, ഉറപ്പുള്ള ഒരു വിവരമായി നമുക്ക് ബോധ്യപ്പെടാൻ ഇസ്ലാമിക് എപ്പിസ്റ്റമോളജി അനുസരിച്ച്, ജ്ഞാന സിദ്ധാന്തം അനുസരിച്ച് 3 മാധ്യമങ്ങളിലൂടെയാണ് നമുക്ക് ഒരു കാര്യം ബോധ്യം വരുന്നത്. അതിൽ ഒന്നാമത്തേത് അൽ ഹവാസുസ് സലീം. നമ്മുടെ ശർഹുൽ അഖായിദ് എന്ന് പറയുന്ന വിശ്വാസ ശാസ്ത്ര ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ സഅദുദ്ദീൻ തഫ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അവിടുന്ന് പഠിപ്പിച്ച ആശയമാണ്. കുറ്റമറ്റ പഞ്ചേന്ദ്രിയങ്ങളാണ് നമുക്ക് അറിവ് ലഭ്യമാക്കുന്ന ഒരു മാർഗം. ഉദാഹരണം, കണ്ട് ബോധ്യപ്പെടുക, കേട്ട് ബോധ്യം വരിക, തൊട്ടറിയ, മണത്തറിയ, രുചിച്ചറിയ. ഇതിനാണ് നമ്മൾ പഞ്ചേന്ദ്രിയം എന്ന് പറയുന്നത്. ഇതിന് ഒരു വിഷയം വിധേയമായി നമുക്ക് ബോധ്യം വന്നാൽ അതിനെ സംബന്ധിച്ച് നമുക്ക് ഒരറിവ് എന്ന് പറയാം. കണ്ണോട്ട് കണ്ട് ബോധ്യം വന്നാൽ അതൊരു വിവരമാണ്, ഒരറിവാണ്, ഒരുറപ്പുള്ള കാര്യം.
രണ്ടാമത് ഒരു കാര്യം ബോധ്യപ്പെടാനുള്ള മറ്റൊരു വഴി അൽ അഖൽ, ബുദ്ധിയാണ്. ബുദ്ധി ഉപയോഗിച്ചു നമുക്ക് കാര്യങ്ങളെ ഉറച്ച അറിവാക്കിയെടുക്കാൻ പറ്റും. ഉദാഹരണങ്ങൾ പിന്നീട് പറയും. മൂന്നാമത്തേത് സത്യസന്ധമായ വാർത്തയാണ്. അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. അവിടെ ട്രംപ് എന്ന ഒരു പ്രസിഡന്റ് വീണ്ടും അധികാരത്തിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മളാരെങ്കിലും അമേരിക്ക പോയി കണ്ടിട്ടുണ്ടോ? ട്രംപിനെ പോയി കണ്ടിട്ടുണ്ടോ? അതൊന്നുമില്ല. പക്ഷേ അത്രയേറെ അനിഷേധ്യമാകും വിധം ആ വാർത്തകൾ നമ്മളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അത് സത്യസന്ധമായ വാർത്തയുടെ പിൻബലത്തിലാണ് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നത്. അത്രയേറെ ചാനലുകാരും പത്രങ്ങളും ഒന്നും റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും സത്യസന്ധമായ വാർത്ത എന്ന് പറയാൻ എന്തും മതി. പ്രവാചകരാണെന്ന് അനിഷേധ്യമായി തെളിയിക്കപ്പെട്ട ഒരു വ്യക്തി പറയുന്ന വിഷയം സത്യസന്ധമായ വാർത്തയാണ്. അത് നമുക്കൊരു വിവരം, ഒരറിവ് സ്വായത്തമാക്കുന്നതിന്റെ മാർഗമായി ഇസ്ലാം അംഗീകരിക്കുന്നു. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അത് നമുക്കൊരു അറിവാണ്, ഉറച്ച വിവരം. അത് നമുക്ക് കഠായമായി വിശ്വസിക്കാൻ പറ്റിയ കാര്യം. ഈ മൂന്ന് മാർഗങ്ങളാണ് ഒരു വിഷയം ബോധ്യപ്പെടാൻ നമ്മളെ മുമ്പിലുള്ളതെങ്കിൽ നമ്മളിവിടെ പരിചയപ്പെടുന്ന അല്ലാഹുവിനെ അറിയാൻ ഇതിൽ ഏത് മാധ്യമത്തെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഒന്നാമത് പറഞ്ഞ പഞ്ചേന്ദ്രിയങ്ങളെ വെച്ച് നമ്മൾ അല്ലാഹുവിനെ അറിയാൻ വേണ്ടി തുനിഞ്ഞാൽ ഈ ഐഹിക ലോകത്ത് വെച്ച് നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അല്ലാഹു വിധേയനാകുന്നില്ല എന്നതുകൊണ്ട് തന്നെ പടച്ചവനിൽ വിശ്വസിക്കാൻ, അവനെ നേരിൽ കാണണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ നിവൃത്തിയില്ല. കാരണം അല്ലാഹുവിനെ കാണാനുള്ള കേൾപ്പ് നമ്മുടെ കണ്ണിനില്ല. നമ്മൾ എത്രയോ ദുർബലരാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വളരെ ദുർബലനായിട്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യന്റെ കണ്ണിന്റെ എത്രയോ ചെറിയ കാഴ്ചയുള്ള വലുപ്പമുള്ള ചെറിയ കണ്ണിന്റെ ഉടമയാണ് ഒരു പരുന്ത് എങ്കിൽ കിലോമീറ്റർ ഉയരത്തിലൂടെ പറന്നു പോകുമ്പോൾ പുഴയിലൂടെ നീന്തി തുടിക്കുന്ന മത്സ്യത്തെ അത് മുകളിൽ വെച്ച് കാണുകയും ഊർന്നിറങ്ങി ആ മത്സ്യത്തെ പൊക്കിയെടുത്ത് പറന്നു പോവുകയും ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ വെള്ളത്തിന്റെ മുകളിൽ തോണിയിലിരുന്ന് സഞ്ചരിച്ചാൽ പോലും പലപ്പോഴും മനുഷ്യർ ആ മത്സ്യത്തെ കാണില്ല. നമ്മളെ കാഴ്ച ഒരു പരുന്തിന്റെ എത്രയോ കുറഞ്ഞ കാഴ്ച മാത്രമാണ്. ഈ പരിമിതമായ കാഴ്ചയുള്ള കണ്ണുകൊണ്ട് പടച്ച തമ്പുരാനെ ദുനിയാവിൽ വെച്ച് കണ്ടു ബോധ്യം വന്നെങ്കിലേ ഞാൻ വിശ്വസിക്കൂ എന്ന് ഞാൻ വാശി പിടിച്ചാൽ ഞാൻ എന്നെ പോലും മനസ്സിലാക്കാത്തവരാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഒരു പട്ടിക്ക് ഒരു കള്ളനെ പിടിക്കാൻ ആ കള്ളൻ ധരിച്ച ചെരുപ്പിന്റെ മണം കിട്ടിയാൽ അവൻ എവിടെയാണോ ഉള്ളത് അവനെ പോയി പൊക്കാനാ പരിശീലനം നേടിയ പോലീസുമായിട്ട് പറ്റുമെങ്കിൽ നമ്മുടെ മൂക്കിന് അത്രമാത്രം ശ്വസിച്ചറിയാനുള്ള ശക്തിയില്ല. ഭൂമിയുടെ 16-17 കിലോമീറ്റർ അടിയിൽ വെച്ചാണ് അത്രേ ഭൂകമ്പത്തിന്റെ ആദ്യത്തെ വിസ്ഫോടനം നടക്കുന്നത്. ആ സമയത്ത് തന്നെ മരക്കൊമ്പത്തിരിക്കുന്ന കാക്കകളും കാട്ടിലൂടെ വിഹരിക്കുന്ന ഹിംസ്രജീവികളും ഭയവിഹ്വലരായി ഒളികേന്ദ്രങ്ങളിലേക്ക് അഭയം തേടി പായുന്നുണ്ടെങ്കിൽ, പറക്കുന്നുണ്ടെങ്കിൽ മനുഷ്യരായ നമ്മളാ വിവരം അറിയുന്നത് നാം ഉറങ്ങാൻ കിടക്കുന്ന കട്ടില് കുലുങ്ങുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് വളരെ ബലഹീനനാണ് മനുഷ്യൻ. പഞ്ചേന്ദ്രിയപരമായി നമുക്ക് ചെറിയ കഴിവാന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ദുനിയാവിന്ന് പടച്ചവനെ കണ്ട് ബോധ്യം വരാൻ പറ്റില്ല. തൽക്കാലം ആ ടൂള് നമ്മൾ പോക്കറ്റിലിടാം. ഇനി രണ്ടാമത്തെ മാധ്യമം ഏതാണ്? അല്ല, അഖൽ, ബുദ്ധിയാണ്. ബുദ്ധിയുടെ കാര്യത്തിൽ മനുഷ്യനെ വെല്ലാൻ
മറ്റൊരു ജീവിക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് മനുഷ്യന്റെ 100 മടങ്ങ് ഭാരവും ആരോഗ്യവുമുള്ള വലിയ ആനയെ നടയിലാക്കി മനുഷ്യൻ നിയന്ത്രിച്ചു നടത്തുന്നു. തോളിൽ കയറിയിരുന്ന് അങ്ങോട്ടാന ഇങ്ങോട്ടാന. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാലുണ്ടല്ലോ എന്തൊക്കെ വീമ്പ് പറയാൻ മനുഷ്യന് കഴിയുന്നു. ഇതെന്തുകൊണ്ടാണ്? അത് മനുഷ്യന്റെ ബുദ്ധിയാണ്. കാട്ടിലെ രാജാവായ സിംഹത്തെ പിടിച്ച് സർക്കസുകാരൻ കുരങ്ങുകളിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? അത് മനുഷ്യരുടെ ബുദ്ധിയാണ്. പാമ്പിനെ പിടിച്ച് കളിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇങ്ങനെ ഏത് ജീവിയെയും നിയന്ത്രിക്കാൻ മനുഷ്യന് സാധിക്കുന്നത് അവന്റെ ബുദ്ധി കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചാധിപനായ അല്ലാഹുവിനെ അന്വേഷിക്കുന്നവർ അഖ്ൽ എന്ന് പറയുന്ന ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലാഹുവിനെ കുറിച്ച് അന്വേഷണം നടത്തുന്നത്. പരിശുദ്ധ ഖുർആൻ ആ വഴിക്കാണ് നമ്മുടെ ചിന്തയെ നയിക്കുന്നത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. അല്ലാഹു ഉണർത്തുന്നു, തീർച്ചയായും ഈ ഭൂമിയുടെ ഘടന, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, ഇവിടെ രാപ്പകലുകൾ മാറി മാറി പ്രത്യക്ഷപ്പെടുക തുടങ്ങിയ പ്രതിഭാസങ്ങളിലെല്ലാം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിയന്താവുണ്ട് എന്നതിന് കൃത്യമായ തെളിവുകളുണ്ട്. അപ്പൊ അല്ലാഹുവിനെ അറിയാൻ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ഇത്രയേറെ ആസൂത്രിതമായി നിർമ്മിക്കപ്പെടുകയും അതേപോലെ ആസൂത്രിതമായി തന്നെ നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്ന ഈ പ്രപഞ്ചം അത് തനിയെ ഉണ്ടായിത്തീർന്നതല്ലെന്നും സ്വമേധയാ ചലിച്ചുകൊണ്ടിരിക്കുന്നതല്ലെന്നും ഇതിന്റെ പിന്നിൽ അതിശക്തനായ ഒരു സൂത്രധാരനുണ്ടെന്നും ഏത് ചെറിയ ബുദ്ധിയുള്ള ആൾക്കും മനസ്സിലാക്കാൻ പറ്റും. അതിന് ഈ ലോകം മുഴുവനും തെളിവാണ്. ഇത് പറഞ്ഞ പരിശുദ്ധ ഖുർആൻ പല സൂക്തങ്ങളിലൂടെ അല്ലാഹുവിന്റെ ദലീലുകൾ, പടച്ചതമ്പുരാനെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളെ, ചെറുതും വലുതുമായ ആയാത്തുകളെ അല്ലാഹു എടുത്തെടുത്തു പറയുന്നുണ്ട്. കൂട്ടത്തിൽ അല്ലാഹു പറഞ്ഞൊരു കാര്യമാണ് വഫിൽ അർളി ആയാത്തുൽ ലിൽ മൂഖിനീൻ വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ. നിങ്ങൾ താമസിക്കുന്ന ഈ ഭൂമിയിലെ ആ ഭൂമിയിൽ അല്ലാഹുവിനെ ദൃഢമായി വിശ്വസിക്കാൻ താല്പര്യമുള്ളവർക്ക് അനേകം ദൃഷ്ടാന്തങ്ങളുണ്ട്. നമ്മൾ താമസിക്കുന്ന ഭൂമിയെ കുറിച്ച് നമ്മൾ വെറുതെ ഒന്ന് ഇരുന്നാലോചിച്ചാൽ അല്ലാഹുവിനെ അറിയാൻ പറ്റിയ അനേകം തെളിവുകൾ ഈ ഭൂമിയിൽ ഉണ്ട് എന്നാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്. നിങ്ങൾ നോക്കൂ, മനുഷ്യന്റെ അന്വേഷണം ചെന്നെത്തിയിടത്തോളം ജീവജാലങ്ങളുടെ സങ്കേതം ഭൂമിയാണ്. ഭൂമിയിൽ ജീവജാലങ്ങൾ നിലനിന്നു പോകണമെങ്കിൽ എന്തെല്ലാം സജ്ജീകരണങ്ങൾ വേണം. ആ സജ്ജീകരണങ്ങളൊക്കെ എത്രമാത്രം ആസൂത്രിതമായാണ് ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ ഇതിനെ ഒരുക്കിയവൻ ആരാണ് എന്നൊരു ചോദ്യം സ്വാഭാവികമായി നമ്മളെ ബുദ്ധിയിൽ നിന്ന് ഉയരും. അതിന്റെ ഉത്തരമായി നമ്മൾ ചെന്നെത്തുന്നത് അർഹമുർ റഹീമീനായ അല്ലാഹ് എന്ന മറുപടിയിലായി. ഭൂമിയിൽ ജീവജാലങ്ങൾക്ക് ജീവിച്ചു പോകണമെങ്കിൽ ഒരുപാട് സജ്ജീകരണങ്ങൾ വേണം. അതിലൊന്നാണ് ഒരു നക്ഷത്രത്തിന്റെ സാന്നിധ്യം വേണം. നമുക്ക് ചൂട് പകരുന്ന ഊർജം നൽകുന്ന ഒരു നക്ഷത്രം. അതിന്റെ അഭാവത്തിൽ ഈ ഭൂമിയിൽ ഒരിക്കലും ജീവന്റെ തുടിപ്പ് അവശേഷിക്കുകയില്ല. ഇത് അവിതർക്കിതമായ സംഗതിയാണ്. ആ നക്ഷത്രം ഏതാണ്? നമ്മൾ എന്നും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സൂര്യനാണ്.
സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രത്തിന്റെ ചൂടാണ് ഊർജങ്ങളുടെ സ്രോതസ് എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിന് ആരോഗ്യം ലഭിക്കാൻ, നമുക്കാവശ്യമായ ആഹാര പദാർത്ഥങ്ങളെ വൃക്ഷലതാദികൾക്കും സസ്യങ്ങൾക്കും ഒക്കെ ഉൽപ്പാദിപ്പിക്കാൻ, എന്തിനേറെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങൾ വരെ ഉണ്ടായിത്തീരാൻ സൗരോർജം വളരെ അനിവാര്യമാണ്. സൂര്യപ്രകാശത്തിന്റെ അഭാവത്തിൽ ഭൂമിയിൽ ജീവജാലങ്ങളുടെ സാന്നിധ്യം അതൊരിക്കലും സാധ്യമല്ല. എന്നാൽ നമ്മൾ അറിയണം, നിലവിൽ സൂര്യൻ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന ചൂടുണ്ടല്ലോ, ആ ചൂടങ്ങാൻ ലഭിക്കുന്നതിനേക്കാൾ ഒരു 13% കുറഞ്ഞു പോയാൽ എന്തായിരിക്കും ഭൂമിയിൽ സംഭവിക്കുക എന്നത് ശാസ്ത്രജ്ഞർ കണക്കുകൂട്ടുന്നത് 1 മൈൽ ഘനത്തിൽ ഭൂമിയുടെ മേലെ ഒരു മഞ്ഞുപാടി ഇവിടെ മൂടിക്കിടക്കുമത്രേ. ഇപ്പോഴുള്ള ചൂടിനേക്കാൾ ഒരു 13% ചൂടാണ് കുറഞ്ഞാൽ പിന്നെ അനുബന്ധിച്ച് തണുപ്പാണ് വരും. ആ തണുപ്പ് കാരണം ഭൂമിയുടെ മേൽ 1 മൈൽ കട്ടിയിൽ ഒരു മഞ്ഞിന്റെ പാളി കൂടി പോകും. പിന്നെ ഇവിടെ ആർക്കും താമസിക്കാൻ പറ്റില്ല. ആ സൂര്യന്റെ ചൂട് ആവശ്യമായ ആനുപാതികത്തിൽ ആരാണ് നമുക്ക് നിലനിർത്തി തരുന്നത്? രണ്ടാമത്, ഈ സൂര്യന്റെ ചൂട് 30% നിലവിലുള്ളതിനേക്കാൾ കൂടിപ്പോയാലോ ഈ ഭൂമിയിലുള്ള മനുഷ്യര് മാത്രമല്ല, സർവജീവജാലങ്ങളും ഈ സസ്യലതാദികളും എല്ലാം നശിച്ചു നാമാവശേഷമായി പോകും. കൂടിയാലും അപകടം, കുറഞ്ഞാലും അപകടമാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഈ സൂര്യന്റെ ചൂട് തന്നെ ഭൂമി ഒരിടത്തിൽ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുകയും സൂര്യന്റെ വെളിച്ചം അതിലേക്ക് നേരെ നിരന്തരം പതിച്ചുകൊണ്ടിരിക്കുകയുമാണെങ്കിൽ എന്ത് സംഭവിക്കും? സൂര്യപ്രകാശം തട്ടുന്ന ഭാഗം ചൂടായി കത്തിപ്പോകും. അത് കത്താതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ചൂടാകുമ്പോഴേക്ക് ഭൂമി തിരിഞ്ഞു കൊടുക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഭൂമി കറങ്ങുണ്ടാണ്. ഭൂമി ഇന്ന് കറങ്ങുന്ന വിധത്തിൽ കറങ്ങുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ? നിങ്ങൾ ഈ ഇപ്പോഴത്തെ ബേക്കറിയിലും ഫാസ്റ്റ് ഫുഡ് കടയിലും ഒക്കെ നരകത്തിലെ കോഴിനാണ് കമ്പിമ കറങ്ങല്ലേ. ആ കോഴിന് എന്തിനങ്ങനെ കറക്കണമെന്ന് പറയുന്നത്? കറക്കാതെ ആ കമ്പി ഇങ്ങനെ നേരെ നിൽക്കാൻ, മറ്റൊന്നും തീ കത്തുകയാണെങ്കിൽ എന്താ ചെയ്യാ? ആ തീ കത്തുന്ന ഭാഗം കരിക്കട്ടെ, പിന്നെ തിന്നാൻ പറ്റില്ല. ഈ കമ്പി ഇങ്ങനെ കറങ്ങി കൊടുക്കുന്നതുകൊണ്ട് എന്താ സംഭവിക്കുക? ചൂട് തട്ടുന്ന ഭാഗം ചൂടാകുമ്പോഴേക്ക് അടുത്ത ഭാഗം കറങ്ങിക്കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഒരു പാകത്തിനുള്ള ചൂട് എല്ലാ സ്ഥലത്തുമായാലും വേവുകയും തിന്നാൻ കൊള്ളുകയും ചെയ്യും. ഇതേപോലെ ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ് ഒരു പ്രദേശത്ത് ചൂട് തട്ടുമ്പോഴേക്ക് ഭൂമി തിരിഞ്ഞു കൊടുക്കുന്നു. അത് കറങ്ങാതെ നിന്ന നിൽപ്പിൽ ഭൂമി നിൽക്കുകയും സൂര്യൻ ഒരു ടോർച്ചടിച്ചതുപോലെ അതിലേക്ക് വെളിച്ചം അടിച്ചു പിടിക്കുകയും ചെയ്താൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ആ പ്രദേശത്തെല്ലാം നീരും വെള്ളവും വറ്റി അത് ഉണങ്ങി അതിന് തീപിടിച്ചു പോകും. അതില്ലാതിരിക്കാൻ എത്ര ആസൂത്രിതമായാണ് ഈ ഭൂമിയെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എത്ര പ്രവിശാലമാണ് ഈ ശൂന്യാകാശം എന്ന് പറയുന്നത്. എത്ര കോടാനുകോടി നക്ഷത്രങ്ങൾ അതിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ കുല്ലും ഫീ ഫലകി യസ്ബഹൂൻ, എല്ലാം അതിന്റെ സഞ്ചാര പദത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഒന്നുപോലും ട്രാക്ക് തെറ്റി പരസ്പരം കൂട്ടിയിടിക്കുന്നില്ല. എത്ര ആസൂത്രിതമാണ് നമ്മൾ കാണണം. ഇങ്ങനെ ഭൂമിയെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നുള്ള ദിവസങ്ങൾക്ക് 24 ദിവസങ്ങളുടെ ദൈർഘ്യമുണ്ടായാൽ നമുക്ക് 24 മണിക്കൂറാണ് ഒരു ദിവസത്തിന് അനുഭവപ്പെടുന്നതെങ്കിൽ അതൊരു 24 ദിവസത്തിന്റെ ദൈർഘ്യം ഉണ്ടാകുകയാണെങ്കിൽ
രാത്രി ഇവിടെ മൊത്തം തണുത്ത് മരവിച്ചു പോകും മനുഷ്യരെല്ലാം. പകലിൽ ചൂടുകൊണ്ട് ഉരുകി മരിച്ചു തീരും. രണ്ട് സമയത്ത് നമുക്ക് അപകടമായിരിക്കും. അപ്പൊ ഈ വിധത്തിൽ സൂര്യന്റെ ചൂടിനെ നമ്മളെ ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് താങ്ങാവുന്ന പരുവത്തിലും ഉപയോഗത്തിന് പറ്റിയ രീതിയിലുമാക്കി അതിനെ മാറ്റാൻ ആസൂത്രിത സംവിധാനം ചെയ്യപ്പെട്ടതായി നമ്മൾ കാണുമ്പോൾ അവിടെയാണ് മനുഷ്യന്റെ ബുദ്ധി ഉണരേണ്ടത്. ആരാണ് ഈ സൂത്രധാരൻ എന്ന അന്വേഷണം നടത്തേണ്ടത്? അവിടെയാണ് അല്ലാഹു പറയുന്നത്, വൽ അർള വദഅഹാ ലിൽ അനാം, ജീവജാലങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയെ സംവിധാനിച്ചവൻ അല്ലാഹു ആകുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഈ ഭൂമിയിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഭൂമിയിലെ മറ്റൊരു മഹാ അത്ഭുതമാണ് അന്തരീക്ഷ വായു എന്ന് പറയും. ഈ അന്തരീക്ഷ വായുവിന്റെ സാന്നിധ്യം കൊണ്ടാണ് മനുഷ്യരിവിടെ നിലനിന്നു പോകാനുള്ള മറ്റൊരു കാര്യം. സൂര്യപ്രകാശത്തോടൊപ്പം ഈ അന്തരീക്ഷ വായുവാണ്. ഭൂമി എന്ന് പറയുന്ന ഏകദേശം കോഴിമുട്ട പോലെ നീണ്ടു ഉരുണ്ടൊരു ഗോളാണ്. ഈ ഭൂമിക്ക് ചുറ്റും ഏകദേശം 600 നാഴിക വ്യാസത്തിൽ വായുവിന്റെ ഒരാവരണം ഉണ്ടാകും. വായുവിന്റെ ഒരാവരണം, അതിന്റെ ഉള്ളിലാണ് ഭൂമി. എന്തിനാണ് ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ ഒരു ആവരണത്തെ തടഞ്ഞിടപ്പെട്ടിരിക്കുന്നത്? അതുകൊണ്ടുള്ള ഗുണം എന്താ? നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഒന്ന്, നമ്മളൊക്കെ ഇപ്പൊ ജീവനുള്ളവർ. നമ്മുടെ ജീവൻ നിലനിർത്താൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ശ്വാസോച്ഛ്വാസം നടത്തുന്നു. അന്തരീക്ഷ വായുവിൽ നിന്ന് ജീവവായുവായ ഓക്സിജനെ നമ്മൾ വലിച്ചെടുക്കാൻ ശ്വാസകോശത്തിൽ വെച്ച് ശരീരത്തിലെ രക്തത്തിലെ അണുക്കൾക്ക് ആ ജീവവായു നമ്മൾ കൈമാറും. അങ്ങനെയാണ് നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത്. അര മിനിറ്റോ 1 മിനിറ്റോ ശ്വാസം കഴിക്കാൻ സമ്മതിക്കാതെ ആരെങ്കിലും നമ്മുടെ വായും മൂക്കും പൊത്തിപ്പിടിച്ചാൽ അതാ നമ്മൾ കുഴഞ്ഞു വീണ് മരിച്ചു പോകുന്നു. മൂക്ക് നിങ്ങൾ എത്ര വിലപ്പെട്ടതാണ്! ഈ ഓക്സിജൻ എന്ന് പറയുന്ന വിഭവം, ഈ അന്തരീക്ഷ വായു നമുക്ക് തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അത് തന്നെയാണ്. അന്തരീക്ഷ വായു പൂർണ്ണമായും ഓക്സിജൻ അല്ല. അതിൽ ഏകദേശം 23% മാത്രമാണ് അത്ര ഓക്സിജന്റെ സാന്നിധ്യം. അത് അവശ്യ വസ്തുക്കളിൽ അവശ്യ വസ്തുവാണ്. ഭക്ഷണം പോലെയല്ല, വെള്ളം പോലെയല്ല. ഒരു ദിവസം നമ്മൾ ഒന്നും കഴിച്ചില്ലെങ്കിലും നമ്മൾ മരിച്ചു പോകൂല. ഒരു ദിവസം ഒരു തുള്ളി വെള്ളം കുടിച്ചില്ലെങ്കിലും ഒരു പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കും. എന്നാൽ 1 മിനിറ്റോ അര മിനിറ്റോ ശ്വാസം കഴിച്ചില്ലെങ്കിലോ നമ്മൾ മരിച്ചു പോകും. അതുകൊണ്ട് തന്നെ വെള്ളത്തിന് ഏർപ്പെടുത്തിയതുപോലെ, ഭക്ഷണത്തിന് ഏർപ്പെടുത്തിയതുപോലെയുള്ള ഒരു തരം റേഷനും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. പണ്ഡിതനെന്നോ പാമരനെന്നോ പണക്കാരനെന്നോ പണിക്കാരനെന്നോ വ്യത്യാസമില്ലാതെ ആർക്കും എവിടെ വെച്ചും യഥേഷ്ടം എടുത്തു ഉപയോഗിക്കാവുന്ന വിധത്തിൽ ജീവവായുവിനെ വിന്യസിക്കപ്പെടണം. അല്ലെങ്കിൽ ഒരൊറ്റ ജീവിക്കും ഇവിടെ നിലനിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇതാ ഈ വിലപ്പെട്ട വിഭവത്തെ ഏത് സ്ഥലത്ത് പോയാലും നമുക്ക് എടുത്തുപയോഗിക്കാം. നമ്മളതാ സ്കൂളിലേക്ക് പോകുമ്പോൾ കുട്ടികൾ ഉണ്ണാനുള്ള ചോറും കൊണ്ട് പോകാറുണ്ട്, കുടിക്കാനുള്ള വെള്ളവും കൊണ്ട് പോകാറുണ്ട്, പണിക്ക് പോകുന്നവരും അങ്ങനെ പോകാറുണ്ട്. എന്നാൽ നമ്മളാരും ശ്വസിക്കാനുള്ള ഓക്സിജൻ കൊണ്ട് പോകാറില്ല. കാരണം അതൊരു അത്യാവശ്യ വസ്തു ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു കിട്ടാത്ത അവസ്ഥ ഉണ്ടായിക്കൂടാ എന്നതുകൊണ്ട് ഭൂവാസികൾ എവിടെ ചെന്നാലും യഥേഷ്ടം എടുത്തുപയോഗിക്കാൻ പറ്റിയ വിധത്തിൽ ഇതാ തികഞ്ഞ ആസൂത്രണത്തോടെ അതിനെ വിന്യസിച്ചിരിക്കുകയാണ്. വളരെ അത്ഭുതകരമല്ലേ ആ സംവിധാനം? എന്നാൽ മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങൾ ഈ ഓക്സിജൻ എടുത്ത് ശ്വസിക്കാൻ തുടങ്ങിയാൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഓക്സിജൻ തീർന്നു പോകും. എന്നാൽ
അത് അതിൻ്റെതായ ആനുപാതികത്തിൽ ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഉപയോഗിച്ച് തീർക്കുന്നതിനനുസരിച്ച് ഓക്സിജന്റെ ഉൽപാദനവും ഇവിടെ നടക്കണം. അതാരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? നമ്മളെ പരിസരങ്ങളിലുള്ള വൃക്ഷങ്ങളും സസ്യലതാദികളും മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്കടക്കം ശ്വസിക്കാനുള്ള ജീവവായു പുറന്തള്ളുകൊണ്ടിരിക്കുന്ന ഫാക്ടറികൾ കൂടിയാണ്. ഈ ഭൂമിയെ ജീവജാലങ്ങളുടെ സങ്കേതമായി നിലനിർത്താൻ ഒരുക്കി വെച്ച ആസൂത്രിതമായ പ്രവർത്തനമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെയാണ് ആരാണ് ഈ സജ്ജീകരണങ്ങൾ ഒരുക്കിയത് എന്ന ചോദ്യം പ്രസക്തമാകുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് അല്ലാഹു പറയുന്നത്, വഫിൽ അർളി ആയാത്തുൻ ലിൽ മൂഖിനീൻ. അല്ലാഹുവിനെ ദൃഢമായി വിശ്വസിക്കാൻ താല്പര്യമുള്ളവർക്ക് ഭൂമിയിൽ അനേകം ദൃഷ്ടാന്തങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ഓക്സിജൻ. ഇനി നോക്കൂ നിങ്ങൾ, ഈ അന്തരീക്ഷവായു വേറെ എന്തെല്ലാം ഉപകാരം നമുക്ക് ചെയ്യും. നേരത്തെ നമ്മൾ പറഞ്ഞു, സൂര്യനാകുന്ന നക്ഷത്രത്തിന്റെ പ്രകാശമേൽക്കാതെ നമുക്ക് ഇവിടെ ജീവൻ നിലനിർത്താൻ പറ്റൂല. പക്ഷേ സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികൾ ഭൂമിയിലേക്കും വരുന്നുണ്ട്, ചന്ദ്രനിലേക്കും വരുന്നു. എന്നാൽ സൂര്യപ്രകാശം ഭൗമോപരിതലത്തിലും ചന്ദ്രോപരിതലത്തിലും സൃഷ്ടിക്കുന്ന പ്രതിഫലനത്തിൽ അജഗജാന്തരമുണ്ട്. ചന്ദ്രനിൽ പകരാകുന്ന ഭാഗം, സൂര്യന്റെ വെളിച്ചം തട്ടുന്ന സ്ഥലം, അവിടെ പ്രത്യേക രക്ഷാ കവചങ്ങളൊന്നും ഇല്ലാതെ ഒരു ജീവിക്കും ഇറങ്ങാൻ പറ്റില്ല. എന്തേ കാരണം? കഠിനമായ ചൂട് ഉരുകി ചാരമായി പോകും. അത്ര ചൂടാണ്. എന്നാൽ മറുഭാഗത്ത് എന്തായിരിക്കും? ഇരുട്ട്, വെളിച്ചമില്ലാത്ത സ്ഥലം. അവിടെ കഠിനമായ തണുപ്പ് വരും. അവിടെ മരവിച്ച് വിളിച്ച്. അപ്പൊ അതിനുള്ള രക്ഷാകവചങ്ങളൊക്കെ ധരിച്ച് അവിടെ പോകാൻ പറ്റും. എന്നാൽ അതേ അളവിൽ തന്നെ സൂര്യന്റെ വെളിച്ചം ഭൂമിയിലേക്ക് പതിച്ചിട്ട് ഇവിടെ പകലാകുന്ന പ്രദേശത്തോ രാത്രിയാകുന്ന പ്രദേശത്തോ നമ്മുടെ ജീവന് അപകടമുണ്ടാക്കുന്ന ചൂടോ തണുപ്പോ ഇല്ല. ഇതിനെ ക്രമീകരിക്കാനുള്ള എന്ത് സംവിധാനമാണ് ഭൂമിയിലുള്ളതെന്നറിയുമോ? നാം പരിചയപ്പെട്ട ഈ അന്തരീക്ഷ വായു നമ്മളെ തലക്ക് മുകൾ 600 മൈൽ ഉയരം മുതൽ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ആ 600 മൈൽ ഉയരത്തിൽ നിന്ന് സൂര്യന്റെ വെളിച്ചം ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അന്തരീക്ഷ വായുവിലേക്ക് പ്രകാശം കടന്നു വന്നാൽ അതിനെ ഛിന്ന ഭിന്നമാക്കി ശക്തി കുറക്കാനുള്ള ശേഷി ഈ വായുമണ്ഡലത്തിനുണ്ട്. ഇത് ബോധ്യമാവാൻ കുറച്ചൊക്കെ മഞ്ഞുള്ള കാലാണ്. പഴയ കാലത്തെ ടോർച്ച് ഏതോ പുരയിലുണ്ടോ അതെടുത്തിട്ട് ഇത് വേറ്റിട്ട് അടിച്ചു വെക്കാം. നല്ല മഞ്ഞുള്ള സമയത്ത് അടിച്ചു നോക്കിയാൽ, അല്ലെങ്കിൽ കാറോ ജീപ്പോ ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ടാക്കി ലയിച്ചിട്ടാൽ ആ ടോർച്ചിന്റെ മുഖത്തുനിന്ന് വെളിച്ചം പോലെ ഇങ്ങനെ ഊർത്തിട്ടല്ലേ, ദൂരം കൂടുന്തോറും ചെയ്യും അതിങ്ങനെ പരക്കും. നമ്മൾ കയ്യിലടിച്ചു വെക്കാൻ പറ്റും. കയ്യിലടിച്ചാൽ കൈവെള്ളയിൽ ഒതുങ്ങാൻ മാത്രമേ ആ സൂര്യൻ ടോർച്ചിന്റെ വെളിച്ചം ഉണ്ടാവും. ആ ചുമരിലടിച്ചാലോ കുറെ വലുപ്പം കൂടിയിട്ടുണ്ട്. ഇതെന്താ നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്? അന്തരീക്ഷ വായുവിന് ഒരു കഴിവുണ്ട്. അതിലേക്ക് പ്രകാശം വന്നാൽ അതിനെ ചിഹ്നിച്ച് ഭിന്നിപ്പിച്ച് ശക്തി കുറക്കും. അപ്പൊ അമ്പ് പരുവത്തിൽ 600 മൈൽ ഉയരത്തിൽ നിന്ന് സൂര്യരശ്മി നമ്മളെ മൂർധാവിന് ലക്ഷ്യം വെച്ച് താഴേക്ക് ഊർന്നിറങ്ങുമ്പോൾ അതിനെ ക്ഷയിപ്പിച്ച് നമുക്കും ഇവിടെയുള്ള ഇതര ജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്കും ഒക്കെ താങ്ങാവുന്ന പരുവത്തിലാക്കി മാറ്റുകയാണ്. ഇനി ആലോചിച്ചു നോക്കൂ, എത്ര പ്രവിശാലമാണ് ശൂന്യാകാശം. അവിടേക്കൊന്നും തെന്നി മാറാൻ അനുവദിക്കാതെ ഈ അന്തരീക്ഷ വായുവിനെ ഭൂമിക്ക് ചുറ്റും തളച്ചിടപ്പെട്ട് നമ്മൾ കാണുമ്പോൾ ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ഇത് കേവലം ആകസ്മികമായി സംഭവിച്ചു പോയതാണ്. ശാസ്ത്രബോധമുള്ള ബുദ്ധിയുള്ള മനുഷ്യരെ നമുക്ക് ആർക്കെങ്കിലും സങ്കല്പിക്കാൻ പറ്റുമോ? ഇല്ല. ഇത് ജീവജാലങ്ങൾക്ക് വേണ്ടി ആരോ പണി കഴിപ്പിച്ചതാണ്. അവൻ മറ്റാരുമല്ല,
ജീവജാലങ്ങൾക്ക് വേണ്ടി ഭൂമിയെ അല്ലാഹു സംവിധാനിച്ചതാണ്. ഇതുകൊണ്ട് തീർന്നില്ല. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന എല്ലാ രശ്മികളും നമുക്ക് ഗുണം ചെയ്യുന്നതല്ല. പ്രഹരശേഷിയുള്ള അപകടകാരികളായ രശ്മികൾ, ഉദാഹരണത്തിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അൾട്രാ വയലറ്റ് പോലുള്ള രശ്മികൾ നമ്മുടെ ശരീരത്തിൽ വന്ന് തട്ടിയാൽ രക്താർബുദത്തിന് കാരണമാകും. കണ്ണിൽ പതിച്ചാൽ കാഴ്ച പറ്റ നശിച്ചു പോകും. ഇങ്ങനെയുള്ള രശ്മികളും നിരന്തരം ഭൂമിയെ ലക്ഷ്യം വെച്ച് സൂര്യനിൽ നിന്ന് വരുന്നുണ്ട്. എന്നാൽ ആ രശ്മികളെ തടുത്തു നിർത്താൻ എന്ത് സംവിധാനമാണ് ഇവിടെ ഉള്ളത്? നമ്മൾ ഈ പരിചയപ്പെട്ട ഇതേ അന്തരീക്ഷവായു നമ്മളെ തലക്കു മുകളിൽ 10 മൈൽ മുതൽ മേലോട്ട് 50 മൈൽ വരെയുള്ള സ്ഥലത്ത് ഒരു പ്രത്യേക അരിപ്പകളുണ്ടത്രേ. ഓസോൺ പാളികളെന്നാണ് നമ്മൾ അതിനെ പരിചയപ്പെട്ടിട്ടുള്ളത്. ഈ ഓസോണുകളാണ് അപകടകാരികളായ രശ്മികളെ അരിച്ചെടുത്ത് അനുഗുണമായതിനെ മാത്രം ഭൂമിയിലേക്ക് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു പറഞ്ഞത് എത്ര സത്യമാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا. അല്ലാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് ചിന്തിച്ച് ഇത് തനിയെ ഉണ്ടായതല്ല, വെറുതെ സൃഷ്ടിക്കപ്പെട്ടതുമല്ല, ലക്ഷ്യാധിഷ്ഠിതമായി ഒരു സ്രഷ്ടാവ് സംവിധാനിച്ചതാണ് ഈ പ്രപഞ്ചത്തെ എന്ന് ബുദ്ധിയുള്ള മനുഷ്യർക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ അല്ലാഹുവിനെ അറിയാൻ ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും നമുക്ക് തെളിവുകളാണ്. ഇതേ അന്തരീക്ഷമായി തന്നെ നമുക്ക് തരുന്ന മറ്റൊരു വലിയ കാര്യമുള്ളതാണ്. നിങ്ങളൊക്കെ തന്നെ പലപ്പോഴും ആകാശത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ നക്ഷത്രങ്ങളെ പോലുള്ള ചില സാധനങ്ങളെ പറന്നുപോണൊക്കെ കണ്ടിട്ടുണ്ടാവും. ഉൽക്കാവർഷം, പുള്ളിമീനുകൾ എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞർ പറയുന്നത്. പരിശുദ്ധ ഖുർആനിലും അതിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ. ഒരു ഉൽക്ക ആയിരക്കണക്കിന് ടണ്ണ് ഭാരമുള്ളത് വരെ ഉണ്ടാവും. പ്രപഞ്ചത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലേക്ക് അങ്ങനെയുള്ള മാരകമായ ഉൽക്കകൾ നിരന്തരം വർഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ താമസിക്കുന്ന കൊച്ചു ഭൂമിക്ക് നേരെയും ഓരോ വർഷവും ആയിരക്കണക്കിന് ഉൽക്കകൾ വരുന്നുണ്ട്. അതിലൊരു ഉൽക്ക എങ്ങാനും നമ്മുടെ ഈ കോഴിക്കോട് ജില്ലയിൽ വന്ന് പതിച്ചാൽ ഒരുപക്ഷെ അതിന്റെ തനതായ ശക്തിയിൽ വരികയാണെങ്കിൽ ഈ പ്രദേശം തന്നെ ഉണ്ടാവില്ല. എന്നാൽ അതിലൊരൊറ്റ ഉൽക്ക പോലും അതിന്റെ തനതായ ശക്തിയിൽ ഭൂമിയിൽ വന്നിടിക്കുന്നില്ല. അതിനു മുമ്പേ അതിനെ നശിപ്പിക്കപ്പെട്ടു പോകുന്നു. അതിനുള്ള സംവിധാനവും മറ്റൊന്നല്ല, 600 നാഴിക മുകളിൽ നിന്ന് അന്തരീക്ഷ വായുവിനെ കീറി മുറിച്ചു വേണം ഈ ഉൽക്കക്ക് താഴോട്ട് വരാൻ. ഒരു സെക്കൻഡിൽ 20 മൈൽ വേഗത്തിലാണ് ഈ ഭീമാകാരനായ ഉൽക്ക അന്തരീക്ഷ വായുവിനെ കീറി മുറിച്ച് താഴോട്ട് വരുന്നത്. ഈ ശക്തമായ ദർശനത്തിൽ ഉരസി എത്ര വലിയ ഉൽക്കയാണെങ്കിലും അതിന് തീപിടിക്കുകയാണ്. നമ്മളെ തലക്ക് മുകളിൽ 50 മൈൽ ഉയരത്തിലെത്തുമ്പോഴേക്ക് ഈ വലിയ ഉൽക്കകളെല്ലാം കത്തിച്ചാരമായി മാറുകയാണ്. ആലോചിച്ച് നോക്കൂ, ഇത്രയും ആസൂത്രിതമായി ഈ ഒരു ശൃംഖല നമ്മളെ ഭൂമിക്ക് ചുറ്റും സംവിധാനിക്കപ്പെട്ടതിന്റെ പിന്നിൽ എത്രമാത്രം ആലോചന നടന്നിട്ടുണ്ട്. തീർച്ചയായും അങ്ങനെ ആലോചന നടത്തിയ, ഇറാദത്ത് വെച്ച ഒരു അജയ്യനായ സ്രഷ്ടാവിന്റെ സാന്നിധ്യം നമ്മൾ കാണുന്നില്ലേ? അവനാണ് നിങ്ങളുടെ റബ്ബ്, അവനല്ലാതെ ഒരു ആരാധ്യനില്ല. അവനാണ് സർവ
സർവചരാചരങ്ങളെയും പടച്ചവൻ. അതുകൊണ്ട് അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുകയും. ഇസ്ലാമിക വിശ്വാസം എന്ന് പറയുന്നത് അന്ധവിശ്വാസമല്ല, അത് യുക്തിഭദ്രമാണ്, ശാസ്ത്രീയമാണ്, ബുദ്ധിപരമാണ്. അതുകൊണ്ട് പ്രപഞ്ചാധിപനായ അല്ലാഹുവിനെ കാണാൻ ഈ പ്രപഞ്ചത്തെ തന്നെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ അന്വേഷണം നടത്തേണ്ടത്. ബുദ്ധി എന്ന ടൂളാണ് അതിനുവേണ്ടി പ്രഥമമായി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ആലോചനാശേഷിയുള്ള ഏതൊരു മനുഷ്യനും ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവിനെ നിഷേധിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അല്ലാഹു ഉണ്ട് എന്നതിന് നമുക്ക് ബുദ്ധി സാക്ഷിയാണ്. ഇനി ആ അല്ലാഹു അവന്റെ വിശേഷണങ്ങൾ എന്തൊക്കെ, അവന് നമ്മോട് എന്താണ് പറയാനുള്ളത്, ഇതൊക്കെ വിശദമായി അറിയണമെങ്കിൽ കേവല ബുദ്ധി മാത്രം മതിയാവുകയില്ല. നമുക്കൊരു ഖബറുസ്വാദിഖ് കൂടി ആവശ്യമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ സത്യസന്ധമായ ചില വാർത്ത കൂടി നമുക്ക് കിട്ടണം. അവിടെയാണ് പ്രവാചകന്റെ ആവശ്യകത. ഒരു പ്രവാചകൻ സാക്ഷ്യപ്പെടുത്തുമ്പോഴാണ് ആ അല്ലാഹുവിനെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ചെറിയ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും ഈ പ്രപഞ്ചം തനിയെ ഉണ്ടാവില്ല, ഇതിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ആ ശക്തി ആരാണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കുന്നിടത്ത് കേവല ബുദ്ധിയെ മാത്രം അവലംബിച്ചാൽ ചിലപ്പോൾ വഴിതെറ്റാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ലോകത്ത് പല ദൈവവിശ്വാസികളും യഥാർത്ഥ അല്ലാഹുവിനെ തിരിച്ചറിയാതെ പല പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെയും ദിവ്യത്വം ആരോപിച്ച് ആരാധിക്കുന്ന ദുർഗതിയിലെത്തിപ്പെട്ടു. ആദ്യകാലത്ത് മനുഷ്യർ താമസിച്ചത് കാടുകളിലായിരുന്നു. നാഗരികതകളൊക്കെ രൂപപ്പെടുന്നതിന് മുമ്പ് കാടുകളിൽ മനുഷ്യർ താമസിച്ചു. നല്ല കാറ്റടിക്കുമ്പം മുളകൾ പരസ്പരം ഉരസി തീപിടിക്കും. അങ്ങനെ ഇവരുടെ ആവാസ കേന്ദ്രങ്ങൾ അപ്പാടെ കത്തിച്ചാമ്പലം. അന്നത്തെ ജനത തെറ്റിദ്ധരിച്ചു അഗ്നിദേവത കോപിച്ചത് കൊണ്ടാണ് ഈ അപകടം വന്നത്, അതുകൊണ്ട് നമ്മൾ അഗ്നിയെ ആരാധിക്കണം. അങ്ങനെയാണ് ദൈവവിശ്വാസിയായ മനുഷ്യർ ദൈവമാരാണ് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഗ്നി സംഹാര താണ്ഡവമാടി കടന്നു വന്നപ്പോൾ അതിന് ദിവ്യത്വം ചാർത്തി ആരാധിക്കുന്ന അവസ്ഥ വന്നു. അങ്ങനെ അഗ്നി ആരാധകർ എന്ന് പറയുന്ന വലിയൊരു മതവിഭാഗം തന്നെ ലോകത്തുണ്ടായിരുന്നു. പേർഷ്യ അവരുടെ സാമ്രാജ്യമായിരുന്നു. പഴയകാലത്തെ ഇറാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുപ്പറവിയുടെ അന്ന് 2000-ലേറെ കൊല്ലം കെടാതെ കത്തിച്ചു കാവൽ നിന്ന അഗ്നികുണ്ഡം ഭൗതികമായ ഒരു കാരണവും കാണാതെ കെട്ടൊടുങ്ങിപ്പോയി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അത്ര പഴക്കമുണ്ട് ആ അന്ധവിശ്വാസം. ഇതുപോലെ വീടുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് മാളങ്ങളിൽ താമസിച്ചിരുന്നു മനുഷ്യൻ. പലപ്പോഴും സർപ്പദംശനമേറ്റ് പാമ്പ് കടിയേറ്റ് ആളുകൾ മരിച്ചു പോകും. അന്നത്തെ ജനത തെറ്റിദ്ധരിച്ചു ഇത് പാമ്പ് കോപിച്ചതാണ്, അതുകൊണ്ട് നാഗപൂജ നടത്തി അതിനെ തൃപ്തിപ്പെടുത്തണം. അങ്ങനെയാണ് ദൈവലോകത്തേക്ക് പാമ്പുകൾക്ക് ഇടം കിട്ടുന്നത്. പിന്നീട് നദീതട സംസ്കാരങ്ങൾ ഇന്ത്യയിലും ഇറാഖിലും ഈജിപ്തിലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉപജീവനത്തിന് വേണ്ടി, ശുദ്ധജലത്തിന് വേണ്ടി, കൃഷിക്ക് വേണ്ടി, മത്സ്യം പിടിക്കാൻ വേണ്ടി ഒക്കെ അവരെ ആശ്രയിച്ചത് ആ നദിയെ. അതിന് ചുറ്റിപ്പറ്റി അവർ ജീവിക്കണം. ആ ജനത തെറ്റിദ്ധരിച്ചു നമ്മുടെ ദേവത ഇത് തന്നെയാണ്, ഈ നദി തന്നെയാണ്. അങ്ങനെ നദിയെ ആരാധിക്കുന്ന ജനത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചെന്ന് സാബാ പ്രദേശത്തുകാരുടെ നദി വറ്റി വരണ്ടുപോയി നിങ്ങൾ കേട്ടിട്ടില്ലേ? അതൊക്കെ എന്താ? മുഹമ്മദ് നബി തങ്ങളെ അല്ലാഹു നിയോഗിച്ചത് ദൈവവിശ്വാസത്തിൽ മനുഷ്യർക്ക് സംഭവിച്ച അബദ്ധങ്ങളെ തിരുത്താൻ വേണ്ടിയാണെന്ന സൂചനയുടെ ഭാഗമായി. എത്രത്തോളം മാതാപിതാക്കൾക്ക് ജനിച്ച മനുഷ്യരെ പോലും ദൈവങ്ങളാക്കി ആരാധിക്കുന്ന മനുഷ്യരുണ്ടെന്ന് ലോകത്ത്. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഹിംസ്രജീവികളെയും ഇഴജന്തുക്കളെയും എല്ലാം
ദിവ്യത്വം ചാർത്തി ആരാധിക്കുന്നിടത്തേക്ക് മനുഷ്യൻ വഴിതെറ്റിപ്പോയത് യഥാർത്ഥ ദൈവത്തെ മനസ്സിലാക്കുന്നതിന് ഒരു പ്രവാചകന്റെ സഹായം കൂട്ടുപിടിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുന്നു, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പരിപൂർണമായി മനസ്സിലാക്കാനും അള്ളാഹുവിന് നമ്മോട് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനും ആ അള്ളാഹുവുമായി കണക്ഷനുള്ള ഒരു റസൂല്, ഒരു ദൂതർ വേണം. ആ ദൂതരാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കുമുള്ള അംബിയാ മുർസലുകൾ. അവര് അള്ളാഹുവിന്റെ ദൂതന്മാരാണ്. അവരിലൂടെയാണ് നമ്മൾ അള്ളാഹുവിനെ അറിയേണ്ടത്. പരിശുദ്ധ ഖുർആൻ മുത്തുനബിയെ പരിചയപ്പെടുത്തി അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. ഓ പ്രിയപ്പെട്ട നബിയെ, അവിടത്തെ ഞാൻ ഈ ജനതയിലേക്ക് നിയോഗിച്ചത് ഒന്നാമതായി തന്നെ ഷാഹിദ, സാക്ഷിയായിട്ടാണ്. സാക്ഷി എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിന് സാക്ഷിയാകണമെങ്കിൽ, പ്രത്യേകിച്ച് ഒരു പ്രവാചകൻ സാക്ഷിയാകുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അള്ളാഹുവിന് സാക്ഷിയാണല്ലോ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയും, അങ്ങ് എന്തിനാണ് സാക്ഷി? അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ എന്നതിന് അവിടുന്ന് സാക്ഷിയാണ് എന്നാണ് അന്ന് പറയുന്നത്. അങ്ങനെ സാക്ഷിയാകണമെങ്കിൽ ഒന്നുകിൽ അള്ളാഹുവിനെ കാണണം. സാക്ഷിയാവാൻ അങ്ങനെ പറ്റുന്ന ഒരു സംഭവത്തിന് സാക്ഷിയാവട്ടെ. ഇനി കണ്ടിട്ടില്ലെങ്കിലും അള്ളാഹുവിനെ കേട്ട് ബോധ്യം വരണം. അതല്ലെങ്കിൽ പടച്ചവനിൽ നിന്ന് വഹിയെങ്കിലും കിട്ടി ബോധ്യം വന്ന ആളാവണം. ഇതിലേതെങ്കിലും ഒന്നുണ്ടായാലും മതി. പല പ്രവാചകന്മാർക്കും വഹി ലഭിച്ചിട്ടുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ചില പ്രവാചകന്മാർക്ക് വഹിയുടെ കൂടെ അള്ളാന്റെ കലാമ് കേൾക്കാനും ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത് മൂന്നിനും ഭാഗ്യം കിട്ടിയ സാക്ഷി അത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ താജിൻ മിനൽ ളുലമി വബിത്ത തർഖാ ഇലാ അൻനിൽത മൻസിലതൻ മിൻ ഖാബി ഖൗസൈൻ ലം തുദ്റക് വലം തുറമി. നമ്മൾ അനുസ്മരിച്ച മിഅ്റാജ്, ഇസ്റാ, പരിശുദ്ധമായ ഹറം ശരീഫിൽ നിന്ന് മുത്തുനബി ബൈത്തുൽ മഖ്ദസിലേക്ക് യാത്രയാണം ചെയ്യുന്നു. തുടർന്ന് സപ്താകാശങ്ങൾ താണ്ടിക്കയറി സിദ്റത്തുൽ മുൻതഹ കടന്ന് ബഹറുന്നൂറിലൂടെ സഞ്ചരിച്ചു ചെന്ന് അത്ഭുതങ്ങളായ ലോകങ്ങളെ മുഴുവനും കണ്ട് അവിടെ വെച്ചതാ അല്ലാഹു മുത്തുനബിക്ക് കാണാൻ പടച്ച റബ്ബ് സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. പടച്ചവന് ഒരു സ്ഥലത്തിന്റെ ആവശ്യമില്ല. നബിതങ്ങൾക്ക് വേണ്ടി അള്ളാഹ് തെരഞ്ഞെടുത്തതാണ് ആ പ്രദേശം. അങ്ങനെ നബി അല്ലാഹുവിനെ നേരിൽ കാണുന്നു. റബ്ബുമായി നേരിട്ട് മുനാജാത്ത് നടത്തുന്നു. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, വഹി ഉൾക്കൊണ്ടിട്ടുമുണ്ട്. ആ നബിതങ്ങളാകുന്ന സാക്ഷി മുഖേനയാണ് നമ്മൾ യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള വിശദമായ അറിവ് നേടിയത്. അങ്ങനെ 20 അനിവാര്യമായ സിഫത്തുകളും 20 ഉണ്ടാകാൻ പാടില്ലാത്ത സിഫത്തുകളും ജായിസായ ഒരു സിഫത്തും ഉൾപ്പെടെ 41 ഗുണങ്ങളുള്ള അല്ലാഹുവാണ് ഈ പ്രപഞ്ചത്തിന്റെ അധിപൻ എന്ന് നമ്മളെ പരിചയപ്പെടുത്തിയത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഒരാൾ ഏകദൈവ വിശ്വാസിയാകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം ചൊല്ലിയാൽ പോരാ, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നും കൂടെ വിശ്വസിച്ച് പ്രഖ്യാപിക്കണം. കാരണം അതിലൂടെ അല്ലാതെ അള്ളാഹുവിനെ അറിയാൻ വേറെ വഴിയില്ല. മുഹമ്മദ് മുസ്തഫ തങ്ങളിലൂടെയാണ് അള്ളാഹിനെ അറിയാൻ പറ്റും. അള്ളാഹുവിന് നമ്മളോട് എന്താ പറയാനുള്ളത്? അത് നബിയോടാണ് അള്ളാഹ് പറയും. ആ നബിയാ നമ്മളോട് പറയും.
അതുകൊണ്ട് അള്ളാഹുവുമായി നമുക്ക് കണക്ഷൻ ഉണ്ടാകാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന മാത്രമേ വഴിയുള്ളൂ എന്നതുകൊണ്ട് അവിടെ അള്ളാഹുവിന്റെ റസൂലാണെന്ന് അംഗീകരിക്കാത്ത ഒരാൾക്കും ഏകദൈവ വിശ്വാസിയായി അള്ളാഹുവിനെ അംഗീകരിക്കുന്നവനായി മാറാൻ പറ്റില്ല. ഇത്രയും കാര്യം നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്ന് ബോധ്യം വന്നാൽ ഇനി രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ടത് അവൻ ഒരുവനാണ്. ഒരിക്കലും ഒന്നിലേറെ ദൈവങ്ങളില്ല, അതുണ്ടാവാൻ പാടില്ല. ബുദ്ധി അത് സമ്മതിക്കുന്നുമില്ല. അതാണ് അല്ലാഹു പറഞ്ഞത്, ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ രക്ഷിതാവ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ വേറെ ആരാധ്യനില്ല. ഒന്നിലേറെ ഇലാഹുണ്ട് എന്ന് വെച്ചാൽ എന്താ വരിക? അള്ളാഹു തന്നെ പറയുന്നുണ്ട്, ലൗകാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ. ആകാശഭൂമിയെ അഥവാ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു ഒഴികെ വേറെയും ഇലാഹുണ്ട്, ദൈവമുണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ ലഫസദതാ, ആകാശഭൂമികളൊക്കെ തകിടം മറിഞ്ഞ് തരിപ്പണമായി പോകും, അത് നിശ്ചലമായി പോകും, കുഴപ്പത്തിലായി പോകും. അതെങ്ങനെ പരസ്പരം സഹകരിച്ച് പോയാൽ പോരെ അല്ലെ? കുറെ ദൈവങ്ങൾ എല്ലാവരും യോജിച്ചാൽ പോയാൽ പോരെ? അതെന്തുകൊണ്ടാണ്? ബുദ്ധിപരമായി നിങ്ങൾ ചിന്തിച്ചാൽ ദൈവം എന്ന് പറയുമ്പോൾ ആരാണ്? സർവശക്തനാണ്. ആ ദൈവം ഇച്ഛിക്കുന്നതൊക്കെ നടക്കണ്ടേ? ദൈവം എന്ന് പറയാൻ ദൈവം വിചാരിക്കുന്നത് നടക്കുന്നില്ല എന്നതിന് ദൈവവും സർവശക്തനാവേണ്ട ദൈവം ആവണം. അപ്പം ഒന്നിലേറെ സർവശക്തന്മാരുണ്ട് നിങ്ങൾ സങ്കല്പിച്ചു. ഒന്നിലേറെ ദൈവം ഉണ്ട് എന്നാണ്, ഒന്നിലേറെ സർവശക്തൻ ഉണ്ട് എന്നല്ലേ അർത്ഥം. അങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ ഒരു ദൈവം പറയാണ് ഭൂമി കറങ്ങട്ടെ, അപ്പൊ മറ്റേ ദൈവം പറയാം വേണ്ട ഭൂമി കറങ്ങണ്ട എന്ന് മറ്റേ ദൈവം പറഞ്ഞു നോക്കുക. കാരണം രണ്ടാൾക്കും എപ്പോഴും ഒരാൾ ഇച്ഛിക്കുന്നതിന് മറ്റാൾ ഇച്ഛിക്കാൻ നിർബന്ധിതരാൻ പറ്റില്ലല്ലോ, ദൈവത്തിന് സ്വാതന്ത്ര്യം വേണം. അപ്പൊ ഒരാൾ ഭൂമി കറങ്ങട്ടെ എന്ന് ആഗ്രഹിച്ചു, മറ്റാൾ കറങ്ങരുത് എന്ന് ആഗ്രഹിച്ചാൽ രണ്ടും കൂടി നടപ്പാവും. അത് അസംഭവ്യാണ്. രാവും പകലും കൂടി ഒരേ സമയത്ത് ഉണ്ടാവില്ലല്ലോ. എന്നതുപോലെ ഭൂമി കറങ്ങലും കറങ്ങാതിരിക്കലും കൂടി ഒന്നിച്ചുണ്ടാവില്ല. കറങ്ങിയാൽ കറങ്ങാതിരിക്കുക എന്നുള്ളത് പോകും, നിശ്ചലമായാൽ കറങ്ങുക എന്നത് പോകും. അപ്പം പരസ്പര വൈരുദ്ധ്യം ഒരുമിച്ച് കൂടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് ദൈവം ഉണ്ടാകുക എന്നുള്ളത് ബുദ്ധിപരമല്ല. ഒന്ന്. ഇനി ഒരു ദൈവം ഇച്ഛിച്ചത് നടക്കുകയും മറ്റേ ദൈവം ആഗ്രഹിച്ച് നടക്കാതിരിക്കുകയും ചെയ്യും എന്നാണല്ലോ പിന്നെ സാധ്യതകൾ. അങ്ങനെ വന്നാൽ പിന്നെ അതിന്റെ അർത്ഥം എന്തായി? ആഗ്രഹിച്ചത് നടന്നത് ദൈവമായി, ആഗ്രഹിച്ചത് നടക്കാത്തത് ദൈവമല്ലാതായി. അപ്പോൾ ഒരു ദൈവം ഉണ്ടാവും. ഇനി മൂന്നാമത്തൊന്ന്, രണ്ടാൾ വിചാരിച്ചു നടന്നില്ല എന്നാണ്. പിന്നെ രണ്ടാളും ആരല്ല? സർവശക്തനല്ലാതെ. പക്ഷെ അത് ഉണ്ടാവൂല. കാരണം ഇവിടെ നടക്കുന്നുണ്ടല്ലോ, ഒന്നുകിൽ ചലിക്കുന്നുണ്ട്. ആ ചലിക്കുന്നതിനെ ആരാണ് ചലിപ്പിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം വരേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒന്നിലേറെ ദൈവങ്ങളെ സങ്കല്പിച്ചാൽ ഈ പ്രപഞ്ചം തന്നെ തകിടം മറിഞ്ഞു പോകും. ഒരു ദൈവം ഒരാളെ ജനിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ മറ്റേ ദൈവം ഇപ്പം വേണ്ട എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രശ്നമായി. മഴ പെയ്യട്ടെ എന്നൊരു ദൈവം, വേണ്ട എന്ന് മറ്റൊരു ദൈവം പ്രശ്നമായി. അങ്ങനെ ആകാശവും ഭൂമിയുമൊക്കെ കുഴപ്പത്തിലായി പോകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാതെ ഈ പ്രപഞ്ചത്തിന്റെ ഏകനായ അല്ലാഹു, ആ അല്ലാഹുവിൽ നമുക്ക് അചഞ്ചലമായ വിശ്വാസം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ആ വിശ്വാസം ഒരു വിശ്വാസിക്ക് നൽകുന്നത് വലിയ ആത്മവിശ്വാസമാണ്. നമ്മളൊരു ഇലാഹുണ്ട്, നമുക്കൊരു റബ്ബുണ്ട്, ഒരു രക്ഷിതാവുണ്ട് എന്ന് നമുക്ക് വിശ്വാസം ഉണ്ടാവുന്നുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം ചെറുതല്ല. ചോദിക്കാനും പറയാനും ആളില്ലാത്ത ഒരുത്തന് എപ്പോഴും വേജാറില്ലേ? വാപ്പണ്ടി നമുക്ക് നേതാവുണ്ട്, നമുക്ക് കാക്കുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കൊരു ആത്മവിശ്വാസമില്ലേ? ഞാൻ എന്തേലും ഉണ്ടെങ്കിൽ വാപ്പനോട് പറയും, അല്ലെങ്കിൽ ഉസ്താദിനോട് പറയും, എന്റെ കാക്കനോട് പറയും, എന്റെ ആങ്ങളിനോട് പറയും എന്നൊക്കെ പറയുമ്പോൾ ഒരു ആത്മവിശ്വാസമില്ല.
എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവശക്തനായ അല്ലാഹ് എന്നൊരു റബ്ബ് എനിക്കുണ്ട് എന്നൊരു വിശ്വാസിയുടെ മനസ്സിൽ ശക്തമായ വിശ്വാസം ഉണ്ടായാൽ അയാൾ സനാഥനാണ്. അയാൾക്കുണ്ടാകുന്ന ആത്മവിശ്വാസം ചെറുതല്ല, അയാളുടെ മനക്കരുത്ത് വലുതാണ്. അതുകൊണ്ട് തന്നെ ദൈവവിശ്വാസി വലിയ ചങ്കൂറ്റമുള്ളവനായിരിക്കും. അല്ലാഹുവുണ്ട് എന്ന അചഞ്ചലമായ വിശ്വാസത്തിന് മുമ്പിൽ ഒരു പിന്നൊന്നും പ്രശ്നം. അധികാരത്തിന്റെ ശക്തി കൊണ്ടോ പണത്തിന്റെ ഹുങ്ക് കൊണ്ടോ തന്നെ ക്രൂരമായി ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും അവനെയൊക്കെ പടച്ച് നിയന്ത്രിക്കുന്ന അല്ലാഹു ഇത് കാണുന്നുണ്ടല്ലോ. ഏത് അക്രമകാരിയുടെ അക്രമവും പടച്ചവന്റെ ദൃഷ്ടിയിൽപ്പെടുമല്ലോ. ഈ ഒരു ബോധം നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് സമാധാനം ലഭിക്കുകയാണ്. അതാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ സ്മരിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടുമെന്ന് പറയുന്നത്. നമ്മൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നമുക്ക് യജമാനനായ റബ്ബുണ്ട്. അതെ, ഈ ദൈവവിശ്വാസം നന്മ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും തിന്മകളിൽ നിന്ന് പിന്മാറാൻ നമുക്ക് പ്രചോദനമാകുകയും ചെയ്യുന്നു. കാരണം നമ്മൾ ചെയ്യുന്ന ഏത് പുണ്യകർമ്മങ്ങൾക്കും നമ്മളെ സ്രഷ്ടാവായ അല്ലാഹു പ്രതിഫലം തരുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്യാൻ നമുക്ക് ആ വിശ്വാസം പ്രചോദനമാകും. അതേ സമയത്ത് തെറ്റായ കർമ്മങ്ങൾ നമ്മളിൽ നിന്നുണ്ടായാൽ ശിക്ഷിക്കുമെന്നവൻ താക്കീത് ചെയ്ത കാരണത്താൽ കുറ്റകൃത്യങ്ങളിൽ നിന്നും മാറി ജീവിക്കാൻ ദൈവവിശ്വാസം നമ്മളെ പ്രചോദിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസം മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നു, തിന്മയിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നു. അതുകൊണ്ട് യാതൊരു കേടുപെടാനില്ല. ഒരാൾ യഥാർത്ഥ ദൈവവിശ്വാസിയായി എത്ര ഈമാൻ കട്ടിയുള്ളവനാണോ, അതുകൊണ്ട് ഈ നാടിന് ഗുണം മാത്രമേ ഉള്ളൂ, ആ വ്യക്തിക്ക് ഗുണമേ ഉള്ളൂ, എല്ലാവർക്കും നന്മ മാത്രമേ ഉള്ളൂ. ഇവിടെ പോലീസിന് പണിയില്ല. നമ്മളെ ഇന്ത്യയിലുള്ള ഒരു നാട് പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത നാട്, കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത നാട്. തമിഴ്നാട്ടിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാം, മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ പോലീസ് സ്റ്റേഷൻ ഇല്ല, കളവില്ല, ഒരു തോന്നിവാസവും നടക്കുന്നില്ല. അങ്ങനത്തെ ഒരു നാട്. എന്താ നാടിന്റെ പേര്? കായൽപ്പട്ടണം. കായൽപ്പട്ടണം. ഷാഫി മദ്ഹബുകാരാണല്ല. അങ്ങനത്തെ ശാന്തമായ സ്ഥലം. അതെന്തുകൊണ്ടാണ്? പോലീസിന്റെ ആവശ്യമില്ല. ശരിയായ മുഅ്മിനാണെങ്കിൽ പോലീസുകാരനെ പേടിച്ചല്ല തിന്മയിൽ നിന്ന് പിന്മാറുന്നത്. മറിച്ച് യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കുന്ന കട്ടുനോട്ടങ്ങൾ മുതൽ മനസ്സിൽ നമ്മൾ വിചാരപ്പെടുന്ന വിഷയങ്ങൾ വരെ സവിസ്തരം അറിയുന്നവരാണ് അല്ലാഹ്. ഈ ഈമാൻ ശക്തമായ ഒരാൾ മനസ്സിലുണ്ടെങ്കിൽ അവൻ എങ്ങനെയാണ് വാതിലടച്ചിട്ട് തോന്നിവാസം കാണാൻ പറ്റുക? അവൻ എങ്ങനെയാണ് ലോഡ്ജെടുത്ത് അനാശാസ്യത്തിൽ ഏർപ്പെടാൻ കഴിയുക? മുതലാളിയെ പറ്റിച്ച് മേശവരുപ്പിൽ നിന്ന് കാശെടുത്ത് കീശയിലാക്കാൻ സാധിക്കുക? വഞ്ചന നടത്താൻ കഴിയുക? കഴിയില്ല. കാരണം യജമാനനായ അല്ലാഹു ഇത് കാണുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ഒളികേമറയില്ലെങ്കിലും നിന്റെ രക്ഷിതാവായ അല്ലാഹു നീ അറിയാതെ നിന്റെ പതിയിരുന്ന് നിരീക്ഷിക്കുന്നുണ്ട്. ആ റബ്ബിന്റെ കണ്ണിൽ പെടാതെ ഒരു ഉറുമ്പ് പോലും ഇവിടെ ചലിക്കുന്നില്ല, ഒരു ഇല പൊഴിയുന്നില്ല, ഒരു മനുഷ്യനും ജനിക്കുന്നില്ല, മരിക്കുന്നില്ല. ആ പടച്ചവന്റെ കണ്ണിൽ പെടാതെ, അവൻ രേഖപ്പെടുത്താതെ ഒരു ചലന നിശ്ചലാവസ്ഥയും ഇവിടെ സംഭവിക്കുന്നില്ല. ആ അജയ്യനായ അല്ലാഹുവിലുള്ള വിശ്വാസമാണ് ഒരു മുഅ്മിന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്. ആ ഈമാനിക കരുത്താണ് ഏത് പ്രതിസന്ധികളെയും പ്രതിരോധിക്കാനുള്ള നമ്മുടെ ആത്മഫലം. അതുകൊണ്ട് ഓരോ മുഅ്മിനും അല്ലാഹുവിലുള്ള വിശ്വാസത്തെ
നമ്മൾ ഊതിക്കാച്ചി അതിന്റെ എല്ലാ കുറ്റവും തീർത്ത് നമ്മളെ കൽബിലുണ്ട്. ഇനി ആ ഈമാന്റെ മാറ്റു വർദ്ധിക്കണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ അദബും ആദരവും നമ്മൾ കാണിക്കണം. പടച്ചവനുമായി ബന്ധപ്പെട്ടതിനോട് നമുക്ക് അദബും ആദരവും ഉണ്ടാവും. അപ്പോഴാണ് നമ്മളെ ഈമാന് തകരാറ് പറ്റാത്തത്. അള്ളാഹുവിനെ വെല്ലുവിളിക്കാനും അനാദരവ് കാട്ടാനും നമ്മൾ തയ്യാറായാൽ ഈമാന്റെ വെളിച്ചം, ഹിദായത്തിന്റെ പ്രഭ നമ്മളെ കൽബിൽ എടുക്കപ്പെട്ടു. ഈ പറഞ്ഞ സംഗതി കൊണ്ടൊന്നും അള്ളണ്ടെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് മാത്രം കാര്യമില്ല. ഹിദായത്ത് എന്ന് പറഞ്ഞ വേറെ സാധനം, അത് അള്ളാഹു ഇട്ട് തരുന്ന സാധനം. ഇബ്ലീസിനൊക്കെ ബോധ്യപ്പെട്ട ആളാണ്. അവസാനം ഇബ്ലീസിനെ പറ്റി അള്ളാഹു പറഞ്ഞാൽ കാലമിനൽ കാഫിരീൻ, ഓൻ ഈമാൻ നഷ്ടപ്പെട്ടവനായി. എന്തുകൊണ്ടാണ്? പടച്ചവനോട് അദബ് കാണിച്ചില്ല. അള്ളാഹു ഒരു കാര്യം പറഞ്ഞപ്പോൾ അവിടെ ന്യായീകരണമായിട്ട് വന്നു. അത് പാടില്ല. പടച്ചവനോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആദരവും അദബും ഉണ്ടാകേണ്ടത്. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഞാൻ ചെറിയ ചില ഉദാഹരണങ്ങൾ പറയാം. നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ മുനാജാത്ത് നടത്തുന്ന രംഗമാണ് നമ്മുടെ നിസ്കാരം എന്ന് പറയുന്നത്. ആ നിസ്കാരത്തിൽ നമ്മൾ റബ്ബിനോട് നേരിട്ട് സംസാരിക്കുകയാണെന്നാണ് പറയാ. പടച്ചവനോട് സംസാരിക്കാൻ പോകുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഖുദൂ സീനത്തകും ഇൻദ കുല്ലി മസ്ജിദ്. നിങ്ങൾ നിസ്കരിക്കുന്ന എല്ലാ സ്ഥലത്തും നിങ്ങളുടെ സൗന്ദര്യം എടുത്തണിയണം. നല്ല അലങ്കാരം, വൃത്തി, ശുദ്ധി, നല്ല വസ്ത്രം, ഇതൊക്കെ ധരിച്ചിട്ടാണ് അള്ളാഹുവിന്റെ കൊണ്ടുവരുന്നത്. നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയം. നമ്മൾ പടച്ചോനായിട്ടുള്ള അഭിമുഖത്തിന് പോകാൻ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് വീട്ടിൽ നിന്നാണെങ്കിലും പള്ളിയിൽ നിന്നാണെങ്കിലും ഏറ്റവും നല്ല വസ്ത്രം, ഏറ്റവും ചുരുങ്ങിയത് പൂർണ്ണ വസ്ത്രം ധരിച്ചായിരിക്കണം നമ്മൾ നിസ്കരിക്കുന്നത്. പള്ളിയിലേക്ക് പോവാണെങ്കിൽ ഇപ്പൊ സാധാരണ നമ്മളൊക്കെ നല്ല വസ്ത്രം ഇട്ടെന്നെ പോവാ. എന്താ കാരണം? അത് മനുഷ്യന്മാര് കാണൂലേ എന്നുള്ളതാണ് അല്ലേ? അപ്പൊ മനുഷ്യന്മാര് കാണും എന്നുള്ള വിചാരിച്ചിട്ടാണ് നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ നല്ല വസ്ത്രം. പലരും ഒരേ നിസ്കരിക്കുമ്പോ എങ്ങനെ നിസ്കരിക്കാം? ആ വായന്റെ കണ്ണ് പിരിച്ചു വെച്ചിടാൻ പോകുമ്പോൾ കൊടുക്കുന്ന ഒരു കളി തുണി. അത് ചില ആൾക്കാരെ അതേ കളറുള്ള ഒരു തോർത്തോണ്ട് ചിലപ്പം തോന്നുന്നു. ചിലർ അതുമില്ല, ഒരു തുണി മാത്രം എടുത്തിട്ട് നിസ്കരിക്കും. അത് മറ്റുമേലുണ്ടല്ലോ, പുരുഷന്റെ അവസ്ഥ മുട്ടുപൊക്കളുടെ ഇടയിലുള്ളതാണ്. എന്നാൽ അത് ഔറത്തിന്റെ മസാല പറഞ്ഞതാണ്. അതുകൊണ്ട് എല്ലാവരും നിസ്കരിക്കേണ്ടത് നിങ്ങൾ തോർത്തുകൊണ്ട് കുത്തുകയാണെന്നാണ് അർത്ഥം. നിസ്കരിക്കേണ്ട എങ്ങനെയാണ് അപ്പുറത്ത് പറയുന്നത്? അവിടെ പറഞ്ഞാൽ നിങ്ങളെ കുപ്പായിടുക, തലകെട്ട് കെട്ടുക, അരയുടുപ്പ് ധരിക്കുക, കുപ്പായ കൈ ധരിച്ച് കയറ്റാതിരിക്കുക, ഇറക്കിടുക, അതൊക്കെ പറയുന്നത്. അപ്പൊ പൂർണ്ണ വസ്ത്രം ധരിച്ച് അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കണം. അതാണ് അദബ്. അപ്പൊ നമ്മൾ വീട്ടിൽ നിസ്കരിക്കുകയാണെങ്കിലും കുപ്പായിട്ടിട്ട് നിസ്കരിക്കണം, തല മറക്കണം. ഇത് പടച്ചവനോട് കാണിക്കുന്ന ഒരു മര്യാദയാണ്. നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരും ആദരിക്കുന്നവരും അല്ലാഹു ആവണം. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈമാനുള്ളവരെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിനെയാണ്. ആ അല്ലാഹുവിന്റെ മുമ്പിലാണ് ഏറ്റവും ആദരവും മര്യാദയും നമ്മൾ പാലിക്കേണ്ടത്. ഇത് പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകാറാണ്. നമ്മളതാ വീട്ടിൽ വാപ്പാന്റെ ആണ്ട് നടക്കുന്നു, ഉമ്മയുടെ 40 അല്ലെങ്കിൽ ഇക്കാക്ക ഹജ്ജിന് പോകുകയാണ്. ദ്വാരക്കാൻ സയ്യിദന്മാരുണ്ട്, അലിമീങ്ങളുണ്ട്, മുത്താലിമീങ്ങളുണ്ട്. ഇവരൊക്കെ വിളിച്ചു വരുത്തി നമ്മൾ ദ്വാരട അല്ലാഹു. ഈ ദ്വാരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മളെ അയൽവക്കത്തുള്ള ഒരാളെ നമ്മളെ പുരേക്കുന്നത് കയറിയാണ്. ദ്വാരയിൽ ഏർപ്പെട്ട ഞാനുങ്ങളൊക്കെ എന്താ ചെയ്യാ? ദ്വാരട്ട് ഓന്റെ കൈ പിടിച്ച് ഇരുത്തി, ഓന് വെള്ളം കൊടുത്ത്, ഓന് ചാറ് കൊടുത്ത്, കഞ്ഞി കൊടുത്ത്, ചോറ് കൊടുത്ത് ഇങ്ങനെ പോവാണ്. അതിൻ്റെ അടുത്ത് തങ്ങളുടെ സ്ഥലത്ത് ഒരാൾ പൂർത്തിയാക്കി പോയിട്ടുണ്ട്. ഇത് വലിയൊരപമര്യാദയാണ്. ഇത് വരുന്ന ആർക്കും ബോധ്യമുണ്ടാവും, നമ്മക്കുണ്ടാകും. നമ്മൾ അള്ളാഹിനോട് ദ്വാരനോടിരിക്കുന്നതിന്റെ അടുത്ത് ഒരാള് വീട്ടിൽ കയറി വന്നാലേ നമ്മൾ ദ്വാര നിർത്തിയിട്ടാണ് സ്വീകരിക്കാൻ പോകണമെന്നൊന്നും ഒരാൾക്കറിയാം. നമ്മൾ ദ്വാരക്കണം, അയാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവും. ദ്വാര കഴിഞ്ഞതിന് ശേഷം പോയി രോഗിയൊക്കെ പറഞ്ഞിട്ട് ചായ വെള്ളമൊക്കെ കൊടുത്തു.
പടച്ചോനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ അടുത്ത് പടപ്പോട് സംസാരിക്കാൻ പോയാൽ അത് എത്രമാത്രം അതബുകേടാണെന്ന് നമ്മളാരും ആലോചിക്കാറില്ല. ഞാൻ നിങ്ങളൊക്കെ അറിയാതെ ചെയ്തു പോകുന്ന കാര്യമാണ്. ഇതേപോലെ തന്നെ നോക്കൂ നിങ്ങൾ, നമ്മളെ അബദ്ധങ്ങൾ എന്താ? പരിശുദ്ധ കഅബ അല്ലാഹുവിന്റെ ആദ്യത്തെ വീടാണ്. ആ വീട്ടിൽ ചെല്ലുന്ന മനുഷ്യന്റെ മനോഭാവം എന്തായിരിക്കണം? ഞാൻ കൈവലഞ്ഞവനാണ്, ഒന്നുമില്ലാത്തവനാണ്. അത് പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആകെ രണ്ട് മുണ്ടാണ് അവന്റെ കൈവശമുള്ളത്. അത് ഒന്ന് ഉടുത്തും മറ്റത് പുതച്ചും പടച്ചവന്റെ കൊട്ടാരത്തിന്റെ മുന്നിലൂടെ അലഞ്ഞു തിരിയുകയാണ്. റബ്ബിന്റെ റഹ്മത്തിന്റെ നോട്ടം എന്റെ കൽബിലേക്ക് വരട്ടെ എന്ന ആലോചന മാത്രം വരേണ്ട സമയമല്ലേ തവാഫ് ചെയ്യുന്ന സമയം. പക്ഷേ നിങ്ങളൊന്ന് പോയി ശ്രദ്ധിച്ചു നോക്കൂ, ഒരു 75% മനുഷ്യരുടെ കയ്യിൽ ക്യാമറകളാണ്. പലരും മൊബൈൽ പൊക്കിപ്പിടിച്ചിരിക്കുകയാണ്. ഓരോ റൗണ്ട് ചുറ്റുന്നതും ലൈവായി നാട്ടിലേക്ക് വിടുന്നു. അതിനു വേണ്ട അനൗൺസ് ചെയ്യുന്നു. ഇതാ ഫസ്റ്റിലെ ട്രിപ്പ്, ഒന്നാമത്തെ ചുറ്റ് വലിയ റാഹത്തിലായിരുന്നു. രണ്ടാം ചുറ്റ് തുടങ്ങിയപ്പോൾ ഇതാ സുഡാനികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ സംഭവിക്കാന്ന് പറ്റൂല, പറയാൻ പറ്റൂല. അങ്ങനെ പലതരത്തിലുള്ള വാചകങ്ങളും പറഞ്ഞ് ഈ തവാഫുകളൊക്കെ. ഇതിന്റെ അതബുകൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈമാൻ അത് കൽബിൽ ഉറക്കണമെങ്കിൽ നല്ല മര്യാദ വേണം. അതിലേറ്റവും കൂടുതൽ നമ്മൾ മര്യാദ പുലർത്തേണ്ടത് അല്ലാഹുവിനോടാണ്. നമ്മൾ മറന്നു പോകരുത്. അതേപോലെ തന്നെയാണ് പടച്ച തമ്പുരാന്റെ വചനങ്ങളാകുന്ന പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ പേരുകൾ, ഇസ്മുകൾ, ഇതിന്റെ ഒക്കെ വിശുദ്ധി നമ്മൾ കാത്തു സൂക്ഷിക്കണം. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ അല്ലദീ ഖലഖ ഫസവ്വാഹാ. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ, സമുന്നതനായ നിന്റെ രക്ഷിതാവിന്റെ നാമവിശുദ്ധി നീ കാത്തു സൂക്ഷിക്കണേ. പടച്ചോന്റെ നാമങ്ങളുടെ വിശുദ്ധി നീ കാക്കണം. പടച്ചോന്റെ പേരുകളുടെ വിശുദ്ധി നീ കളങ്കപ്പെടുത്തരുത്. നമ്മൾ എന്ന് ഓതുന്ന സൂറത്താണ് നമ്മൾ എങ്ങനെ അള്ളാഹുവിന്റെ പേരിനെ കളങ്കപ്പെടുത്തുന്നത്? ചെറിയ സിമ്പിൾ ഉദാഹരണം. ഒന്ന്, പലരുടെയും മൊബൈലില് റിംഗ് ടോൺ വെച്ചിട്ടുണ്ട്. ഒരാൾ നമ്മളെ വിളിച്ചാൽ അവിടെ എന്താ നമ്മൾ കേൾക്കുകയായിരുന്നു? ചിലപ്പോ ഖുർആനിലെ ആയത്തായി നമ്മളെ വിളിക്കാനുള്ള ശബ്ദമായിട്ട് നമ്മൾ വെച്ചത്. ചിലപ്പോ ബുർദന്റെ വരികളാണ്, അല്ല റസൂലുള്ളാഹിന്റെ മദീന വാക്കുകൾ. ഇതൊന്നും റിംഗ് ടോൺ ആയി നമ്മൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒന്ന്, അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ എന്നെയും നിങ്ങളെയും ഒരാൾക്ക് വിളിക്കുമ്പോൾ അത് നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരു ശബ്ദമായി ഉപയോഗിക്കുക എന്നുള്ളത്, അത് അതിന്റെ നിലവാരത്തിൽ നിന്ന് താഴോട്ട് പോകുന്നത്. അതൊരു അതബാണ്. നമ്മളായിരിക്കും നല്ല കാര്യമല്ല ഖുർആനില്ല. ഖുർആൻ ഉപയോഗിക്കണ്ടേ ഉപയോഗിക്കണം. എന്നെയും വിളിക്കാൻ വേണ്ടി അതിന് കമ്പനി തന്ന ഒരുപാട് ശബ്ദങ്ങൾ, അതിന് വലിയ ശല്യമില്ലാത്തതെന്ന് വെച്ചാൽ. രണ്ടാമത്തെ അറിവുകൾ എന്താ? ഒരാൾ നമ്മളെ വിളിക്കുമ്പം ഈ ഖുർആൻ അങ്ങനെ തുടങ്ങാണ്, അപ്പോഴേക്ക് നമ്മൾ ഫോൺ എടുക്കില്ലേ? ഫോൺ എടുത്തു കഴിഞ്ഞാൽ ആ ആയത്ത് കട്ടാവുന്നത് എവിടെയായിരിക്കും? ചിലപ്പോൾ തെറ്റായ അർത്ഥം തോന്നിപ്പിക്കുന്നിടത്ത് വരെയാണ്. അത് വേറൊരു കുരുത്തക്കേടല്ലേ? മൂന്നാമത്തെ പ്രശ്നം എന്താണ്? നമ്മളെ വിളിക്കുന്നവർക്ക് അറിയില്ല നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ മൂത്രപ്പുരയിൽ ഇരിക്കുമ്പോഴാണ് അതാ കോള് വരുന്നു. ഫോണുള്ളതാകട്ടെ ട്രൗസറിന്റെ കീശയിലുമാണ്. കേൾക്കുന്ന ആയത്തോ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ, സമുന്നതനായ രക്ഷിതാവിന്റെ നാമവിശുദ്ധി കാക്കണേ. ഇതാണ് കേൾക്കുന്നത്. ഇത് വേണോ നമുക്ക്? പല ആളുകളുടെയും മൊബൈലിൽ ഇതുണ്ടെങ്കിൽ ഇത് തിരുത്തുന്നതും മാറ്റുന്നതുമാണ് നല്ലത്. അതേപോലെ തന്നെയാണ് മുത്തനബിയുടെ പേരും നമ്മളൊക്കെ പറയുന്ന ഗാനങ്ങള്, ബുർദ, ഇതൊന്നും നമ്മൾ റിംഗ് ടൂണായി വെക്കേണ്ടതില്ല. അതൊക്കെ നമ്മളെ മൊബൈലിൽ നിന്നോട്ടെ. നല്ല സ്ഥലത്ത് നിന്ന് ആവശ്യം നമുക്ക് കേൾക്കാം, ഒത്തു കേൾക്കാം, പാട്ട് കേൾക്കാം, എനിക്കെടുക്കാം.
തൂണ് അതുകൊണ്ടാണ്. അത് അള്ളാഹിനോട് കാണിക്കുന്ന, റസൂലിനോട് കാണിക്കുന്ന അപമര്യാദയാണ്. ഇതേപോലെ തന്നെ പലരുടെയും കാറിന്റെ മുകളിൽ അതാ എഴുതി വെച്ചിരിക്കുന്നു തവക്കൽതു അലല്ലാഹ്, മാഷാ അല്ലാഹ്. അല്ലേ? ഓട്ടോറിക്ഷന്റെ ബാക്കിലുണ്ട്, ഗുഡ്സിന്റെ തലമ്പലുണ്ട്. ഇതൊക്കെ ബർക്കത്തിട്ടാൻ വേണ്ടി എഴുതിയതാണ്. ബർക്കത്തുണ്ട്, അള്ളാഹിന്റെ പേര് എഴുതിയാൽ ഇത് ബർക്കത്തുണ്ട്. പക്ഷേ അനാദരവ് കിട്ടുന്ന സ്ഥലത്തായി പോകരുത്. കാറിന്റെ പുറത്താണ് നമ്മൾ തവക്കൽതു അലല്ലാഹും മാഷാ അല്ലാഹും എഴുതി വെച്ചതെങ്കിൽ മാവിന്റെ ചുവട്ടിൽ നമ്മൾ കാറ് നിർത്തിയിട്ടാൽ മേലെ വന്നിരിക്കുന്ന കാക്കക്കെന്ത് മാഷാ അല്ലാഹ്. കാക്ക ഓടുന്ന അപ്പിട്ടാൽ എവിടുക്ക? ഈ പരിശുദ്ധമായ വചനത്തിലാണ്. മഴക്കാലത്ത് നജസ് കലർന്ന വെള്ളമുള്ള റോട്ടിലൂടെ ഓടുമ്പോൾ പടച്ചവന്റെ ഇസ്മിലേക്കാണ് ഈ ചെളിവെള്ളം തെറിക്കുന്നത്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ, സമുന്നതനായ നിന്റെ രക്ഷിതാവിന്റെ നാമവിശുദ്ധി കാത്തോളണേ. കാണാൻ പറ്റോ? ലോറിന്റെ പുറത്ത് എഴുതിയാൻ പറ്റോ? ഓട്ടോറിക്ഷന്റെ ബാക്കിൽ എഴുതിയാൻ പറ്റോ? അപ്പൊ ബർക്കത്ത് കിട്ടാൻ നിങ്ങളെ വാഹനത്തിന്റെ ഉള്ളിൽ സുരക്ഷിതമായി നല്ല സ്ഥലത്ത് എഴുതി വെച്ചോളൂ. ഇതുപോലെ തന്നെ ബർക്കത്തിന് വേണ്ടി വീട്ടിൽ എഴുതി വെച്ചോളൂ. ഈ രീതിയിൽ നമ്മൾ ബർക്കത്ത് ലഭിക്കുക എന്ന് പറഞ്ഞ് അനാദരവ് സംഭവിച്ചു പോകരുത്. അതേപോലെ തന്നെയാണ് അല്ലാഹുവിന്റെ പേരുകൾ വിളിച്ചു പറയപ്പെടുമ്പോഴും അതിനോടുള്ള ബഹുമാനം നമ്മൾ കാണിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ബാങ്ക് എന്ന് പറയുന്നത്. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് മറ്റെല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നിർത്തിവെക്കണം. വഅദ് നിർത്തിവെക്കണം, പ്രാർത്ഥന നിർത്തിവെക്കണം, ഖുർആനോത്ത് നിർത്തിവെക്കണം. നിസ്കരിക്കുന്ന ആൾക്ക് അത് തുടരാം. ബാങ്കിനേക്കാൾ വലുതാണ് നിസ്കാരം എന്നതുകൊണ്ടാണ്. ബാക്കിയൊക്കെ ബാങ്കിന്റെ പിറകെയാണ്. അതുകൊണ്ട് ബാങ്കിനെ നമ്മൾ വളരെ ബഹുമാനപൂർവ്വം കാണുകയും ശ്രദ്ധിച്ച് സാഹൂതം ശ്രദ്ധിച്ചുകൊണ്ട് ഇജാബത്ത് ചെയ്യുകയും വേണം. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഏറ്റുപറയണം. ബാങ്ക് കൊടുക്കുന്ന സമയത്തിൽ ഒരു കാരണവശാലും ഭൗതികമായ സംസാരത്തിൽ ഏർപ്പെട്ടു പോകരുത്. നമ്മൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബാങ്ക് കൊടുക്കുന്നതെങ്കിൽ നമ്മളൊക്കെ ശീലിക്കേണ്ട ഒരു ശീലത്താണ്. വേഗം പറയാം, ബാങ്ക് കൊടുക്കുന്നുണ്ട്, കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കട്ടോ എന്ന് കട്ട് ചെയ്ത്. അങ്ങനെ പറഞ്ഞാൽ തന്നെ അതൊരു ദൈവത്താണ്. മറ്റേ ഭാഗത്ത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലായി അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലേ, ബാങ്ക് കൊടുക്കുമ്പോൾ വർത്താനം പറയാൻ പറ്റില്ല. അയാൾക്കൊരു സന്ദേശം കിട്ടി, പിന്നെ കഴിഞ്ഞിട്ട് നമുക്ക് വിളിക്കാൻ. ഇതേപോലെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് മൂത്രപ്പുരയിലാണെങ്കിലോ ഇജാബത്ത് ചെയ്യാൻ പാടില്ല. കാരണം ആ സ്ഥലത്ത് അള്ളാഹുവിന്റെ പേര് പറയുന്നു, അള്ളാഹിന്റെ നാമവിശുദ്ധി കാക്കണം. ചുണ്ടനക്കാൻ പോലും പാടില്ല അവിടുന്ന് ബാങ്കിന്റെ ഇജാബത്ത്. പിന്നെ ചെയ്യേണ്ടപ്പോഴാണ് അവിടുന്ന് പോകുന്നതിന് ശേഷം ഇജാബത്ത് ചെയ്താൽ. കാരണം അള്ളാഹുവിന്റെ പേര് പറയാൻ പറ്റാത്ത സ്ഥലത്ത് വെച്ച് പറയുന്നത്. അള്ളാഹുവിന്റെ പേര് കേൾക്കുമ്പോ, ബാങ്ക് കേൾക്കുമ്പോ അങ്ങാടിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ഒക്കെ നമ്മൾ ഇജാബത്ത് ചെയ്യണം. അതിനുള്ള ആത്മധൈര്യം ഒരു വിശ്വാസിക്ക് വേണം. എന്നാൽ ഇന്നത്തെ പതിവോ, പള്ളിയിലാണെങ്കിൽ എല്ലാവരും വലിയ ജോറിൽ ഇജാബത്ത് ചെയ്തതിന് കയ്യൊക്കെ പറ്റി ധാരണ മുഖത്തടയുന്ന പോലാണ്. ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമ്പോ വാങ്ങെങ്കിലും ഇജാബത്ത് ചെയ്യലെന്ന് പറഞ്ഞു ചെയ്താൽ തന്നെ ചുണ്ടനങ്ങിയാൽ മറ്റോനെന്തോ വിചാരിക്കുമോ എന്നുള്ളൊരു പേര്. നമ്മൾ ഹൈന്ദവ സുഹൃത്തുക്കളെ കണ്ടുപിടിക്കണം. അവർക്ക് അവരെ മതത്തിന്റെ ചിഹ്നങ്ങളോടൊക്കെ ആദരവുണ്ട്. നമ്മൾ ഒന്നിച്ചിങ്ങനെ വണ്ടിയിൽ പോവാണെങ്കിൽ അവരൊരു ആരാധനാലയത്തിന്റെ മതില് കണ്ടാൽ മതി, അങ്ങോട്ട് കൈയുയർത്തി അതിന് 3-4 നേരത്തെ തൊട്ട് ആദരിച്ചിട്ടല്ലേ പോവാൻ. നമുക്ക് ബാങ്കിന് ഇജാബത്ത് ഉണ്ടാക്കിയ വേറെ കേട്ടോ അവരെന്തോ പറയാൻ വിചാരിക്കൊന്നൊക്കെ ഒരു തോന്നൽ. നമ്മൾ ബാങ്കിന് ബഹുമാനം കണ്ടാലില്ലേ മറ്റൊരു അതിനോട് ആരും കാണിക്കുള്ളൂ. അങ്ങനെയല്ലേ പണ്ട് കാലത്തൊക്കെ എല്ലാവരും ബാങ്കിനെ ബഹുമാനിച്ചത്. ഞങ്ങളുടെ നാട്ടിൽ കണാരൻ എന്ന് പറഞ്ഞ ഒരാളാണ്, മരംവെട്ടുകാരൻ. അയാൾ മരത്തിന്റെ മുകളിൽ മരം വെട്ടിക്കൊണ്ടിരിക്കും, ബാങ്ക് കൊടുത്ത അപ്പം നിർത്തും. പെട്ട് ബാങ്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർക്ക് അങ്ങനെ ആദരിച്ച് നമ്മളിൽ നിന്ന് കണ്ടതാണ്. നമ്മൾ ആദരിക്കുന്ന ഒന്നിനല്ലാതെ അങ്ങനെ മറ്റുള്ളവരെ ആദരിക്കുന്നതിനെ നമ്മൾ അവഹേളിക്കാൻ പോലെ ആ ആദരവ് നമ്മൾ നിലനിർത്തും. അത് അങ്ങാടിയിലാണെങ്കിലും ഇജാബത്ത് ചെയ്യണം. ഇനി ചില ആൾക്കാരൊക്കെ മനസ്സിൽ ഇജാബത്ത് ചെയ്താലും അത് കഴിഞ്ഞുള്ള ദ്വാരക്കലോ ദ്വാരക്കുമ്പോ കൈവക്കാൻ പലർക്കും ധൈര്യം.
പിന്നെ കൈ താത്തിട്ട് ഇങ്ങനെ മനസ്സിൽ ദ്വാരുന്നിട്ടുണ്ട്. അവസാനം ഒരു മോന്തമ്മ തേമ്പൽ കണ്ടില്ലല്ലോ, ഇല്ല കണ്ടില്ല, ഓ കഴിച്ചിലായി. ഇതാണ് നമ്മളെ ഈമാൻ. പോരാ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാങ്കിനെ ബഹുമാനിക്കുന്നതിനെ വലിയൊരു ഇബാദത്തായി പ്രഖ്യാപിച്ചതാണ്. അതിനെ നിന്ദിക്കുകയോ നിസ്സാരപ്പെടുത്തുകയോ ചെയ്യുന്നത് നമ്മളെ ഈമാനിനെ അപകടപ്പെടുത്തുന്ന കാര്യവുമാണ്. മൻ തകല്ലമ ഇൻദൽ അദാനി യതലജലജു ലിസാനുഹു ഇൻദൽ മൗത്ത്. ബാങ്ക് കൊടുക്കപ്പെടുന്ന സമയത്ത് ഐഹിക സംസാരത്തിൽ ആരെങ്കിലും ഏർപ്പെട്ടു പോയാൽ മരിക്കുന്ന സമയത്ത് അവന്റെ നാവ് പടച്ചു പോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതാണല്ലോ. അതുകൊണ്ട് അവസാനം ഒരിക്കൽ കൂടി എന്താ പറയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് മറക്കരുത്, അത് ചൊല്ലിട്ട് മരിക്കണമെന്ന് അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിന് ബാങ്കിനെ എല്ലാവരും ബഹുമാനിക്കണം. ഇങ്ങനെ പടച്ച റബ്ബുമായി ബന്ധപ്പെട്ടതിനൊക്കെ ആദരവും അദബും കാണിക്കുമ്പോഴാണ് നമ്മളെ ഈമാൻ ഖൽബിൽ അടിയുറക്കുക. നോക്കൂ നിങ്ങൾ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലതാ ഒരു പ്രശ്നം പഞ്ചായത്ത് പറയാൻ വേണ്ടി ഒരു ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു പോയി. നിസ്കാരത്തിന്റെ സമയമായി, മുത്തുനബി തങ്ങൾ വന്നില്ല. സ്വഹാബത്ത് കുറച്ചുകൂടെ സമയം കാത്തു നിന്നു. പലരും കൃഷിപ്പണിക്കിടയിൽ പള്ളിയിൽ പോന്നവരാണ്, ചിലർ ചന്തയിൽ നിന്ന് വന്നവരാണ്. ആളുകൾ പരസ്പരം നോക്കാൻ തുടങ്ങി, എന്താ ജമാഅത്ത് തുടങ്ങുന്നില്ലേ, സമയമായല്ലോ. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറുൽ ഫാറൂഖ് തങ്ങളുമായും ബിലാൽ റളിയല്ലാഹു അൻഹുമായി കൂടി ആലോചിച്ച്, ഏതായാലും നബി തങ്ങൾ തിരക്കിൽ പെട്ടതായിരിക്കും, നമ്മൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞ് ഇഖാമത്ത് കൊടുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എല്ലാവരും ചേർന്ന് ഇമാമത്ത് നിർത്തുകയാണ്. മിഹ്റാബിലേക്ക് കയറിയ ഉടനെ അതാ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടി വരുന്നു. സ്വഹാബത്ത് സിഗ്നൽ കൊടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിറകോട്ട് മാറാൻ ശ്രമിച്ചപ്പോൾ പുന്നാര നബി തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ, നിങ്ങൾ അവിടെ നിന്ന് നിസ്കരിക്കുകയും. പക്ഷേ നബി തങ്ങളെ കൽപ്പന പാലിച്ച് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ സിദ്ദീഖ് തങ്ങൾ കൂട്ടാക്കിയ മഹാനവറുകൾ വയ്യോട്ടന്നെ മാറി. പിന്നെ നബി തങ്ങൾ എന്നെ ഇമാമത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ചോദ്യം ചെയ്തു, അല്ല അബൂബക്കർ, അങ്ങയോട് ഞാനല്ലേ നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞത്, നിങ്ങൾ എന്തുകൊണ്ട് എന്റെ കൽപ്പന പാലിച്ചില്ല? നബി തങ്ങൾ ഒരു കാര്യം കൽപ്പിച്ചാൽ അതൊരു ഹുക്കുമാണ്, വിധിയാണ്, അത് നിർബന്ധമാണ്, സ്വീകരിക്കണം. എന്തുകൊണ്ട് താങ്കൾ സ്വീകരിക്കില്ല എന്ന് ചോദിച്ചപ്പോ സിദ്ദീഖ് തങ്ങളെ മറുപടി വന്നു, നബിയേ, ഖുഹാഫയുടെ മകനായ അബൂബക്കർ അങ്ങയുടെ മുന്നിൽ നിന്ന് നിസ്കരിക്കാൻ മാത്രം വളർന്നിട്ടില്ല തങ്ങളെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ അദബും ബഹുമാനവുമാണ് താൻ പിറകോട്ട് മാറാനുള്ള കാരണം എന്ന് ബോധ്യപ്പെടുത്തിയപ്പോൾ നബി തങ്ങൾ അത് അംഗീകരിക്കുകയും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക കൂടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ ഹദീസ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുല്ലാഹ് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് മഹാൻ പറയുന്നു, അതിലൊന്ന് ചില സന്ദർഭങ്ങളിൽ മതത്തിന്റെ വിധിയേക്കാൾ മുൻഗണന കൊടുക്കേണ്ടത് അദബിനാണ് എന്ന് ഇതിൽ നിന്ന് വരുന്നു. മതവിധിയേക്കാൾ ചിലപ്പോ അദബിന് പ്രാമുഖ്യം കൊടുക്കണം. ഈ ഹദീസിൽ അങ്ങനെ വരുന്നുണ്ട് എന്ന് മഹാൻ രേഖപ്പെടുത്തിയത് കാണും. ഉദാഹരണത്തിന്, നമ്മൾ ഇവിടുത്തെ ഒരു പള്ളിയിൽ നമ്മൾ ഒരു ഇമാമിനെ വെച്ച് ഫത്വലുമയും പറയുന്ന മസല എന്താണ്? ആ പള്ളിയിൽ ഇമാമത്ത് നിൽക്കേണ്ടത് ആരാ, അതിന് കൂടുതൽ അർഹനാരാ? അവിടെ നിശ്ചയിക്കപ്പെട്ട ഇമാം ഉണ്ടെങ്കിൽ അയാളാണ്. വേറെ ആരുണ്ടെങ്കിലും ഇമാമത്തുകാർ അർഹൻ അവിടെ നിശ്ചയിക്കപ്പെട്ട ഇമാം ഉണ്ടെങ്കിൽ അയാളാണ് എന്നാണ് ഹുക്കം. എന്നാൽ അയാളും ആ നാട്ടുകാരൊക്കെ ആദരിക്കുന്ന ഒരു സയ്യിദോ ആലിമോ അവിടെ ജമാഅത്തിന് വന്നാൽ ആ ഇമാമ് പാലിക്കേണ്ട ഒരു അദബെന്താണ്? പത്തൊൻപത് നോക്കിയിട്ട് ഇവിടെ ഞാനാ നിൽക്കേണ്ടത് പറഞ്ഞിട്ട് കയറി നിൽക്കലല്ല. അതിന് പകരം എല്ലാവരും ബഹുമാനിക്കണം. തങ്ങളോട്, ഉസ്താദിനോട് നിങ്ങൾ തിരിക്കുക,
ചെയ്യുന്ന ആവശ്യം. ആ ഉസ്താദ് പറയാൻ നിങ്ങൾ എന്തോളി അല്ലെങ്കിൽ ഈ അഥവാണ് എപ്പോഴും വായിക്കേണ്ടത്. ഇതുപോലെ ഒരാളുടെ വാപ്പ മരിച്ചാൽ മകനാണ് ഇമാമത്ത് നിൽക്കാനുള്ള ബാധ്യത എന്നതാണ് മസ്നദ്. മകനാണ് മരിച്ചതെങ്കിൽ വാപ്പയാണ് നിൽക്കേണ്ടതെന്നാണ് മസ്നദ്. പക്ഷേ അഥവാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടവർ. എങ്ങനെയാണ് അഥവ്? അവിടെ സയ്യിദന്മാരുണ്ട്, ആലിമീങ്ങളുണ്ട്. എന്നാൽ മയ്യത്ത് നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും നിയ്യത്തും ഒന്നും വേണ്ട പോലെ അറിയാത്ത സാധാരണക്കാരായ നമ്മൾ ഈ ആലിമീങ്ങളൊക്കെ വേക്കൽ നിർത്തി നമ്മൾ മുന്നിൽ നിന്നാൽ ഒരുപക്ഷെ ഈ ജമാഅത്തിന്റെ ശരിയാവാത്ത അവസ്ഥ വരും. അവിടെ അദബുള്ള മക്കൾ ചെയ്യേണ്ടതെന്താ? സയ്യിദ് അവറുകളോട് ഇമാമത്ത് നിൽക്കാൻ പറയാം, ആലിമായ ഉസ്താദിനോട് ഇമാമത്ത് നിൽക്കാൻ പറയാം. അയാൾ പിന്നിൽ നിൽക്കുക. ആ കുട്ടി ഈ കാണിക്കുന്ന അദബാവാം ആ വാപ്പയുടെ ആഖിറത്തിന്റെ വിജയത്തിന്റെ കാരണം. നിങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്കൂ. പ്രഗത്ഭരായ സ്വഹാബിമാരൊക്കെ മരണപ്പെട്ടിട്ട് അവരൊന്നും മക്കളല്ല ഇമാമത്ത് നിർത്തിയത്. എല്ലാവരും ചരിത്രം നോക്കിയാലും ആ കാലത്ത് ആരാണോ ഏറ്റവും മഹാനായിട്ട് അറിയപ്പെടുക അവരെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായിട്ട് കുടുംബത്തിൽ ആരും ഇമാമത്ത് നിർത്തിയില്ലല്ലോ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇമാമത്ത്. അങ്ങനെയാണ് നമ്മൾ മുൻഗാമികളൊക്കെ. ഈ അടുത്ത കാലത്ത് പുത്തനാശയക്കാരുണ്ടാക്കിയൊന്നാണ് ആലിമീങ്ങളോട് വെറുപ്പും സാധാർത്ഥ്യങ്ങളോടുള്ള പുച്ഛവും ജനങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ പണ്ഡിതന്മാരെ ആലിമീങ്ങളൊക്കെ ബാക്ക് നിർത്തിയിട്ട് ഇവനൊരു ചീഞ്ഞ ടവലും തലയിലിട്ടിട്ട് അടുത്തതാണ്. ഇതെല്ലാം നമ്മൾ അദബുള്ളവരാവണം. മഹാനായ സയ്യിദുനാ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാള് വന്ന് ചോദിക്കുന്നു, നിങ്ങളാണോ വലുത്, നിബിതങ്ങളാണോ വലുത്? എന്ന് പറഞ്ഞാൽ വയസ്സിന് മൂത്ത് എന്നുള്ള ചോദ്യമാണ്. നിബിതങ്ങളുടെ അളാപ്പയാണല്ലോ അബ്ബാസ് തങ്ങൾ. പക്ഷെ ഇയാളെ ചോദ്യം നിങ്ങളോ വലുത്, നബിയോ വലുത്? അബ്ബാസ് തങ്ങളുടെ അദബും സൂക്ഷ്മതയും നമ്മൾ നോക്കണം. അബ്ബാസ് തങ്ങൾ പറഞ്ഞു, നബിയാണ് വലുത്, പക്ഷെ ആദ്യം ജനിച്ചത് ഞാനാണ്. അവിടെ ഞാനാ വലുതെന്ന് അയാൾക്ക് ചോദിച്ചാക്കും കേട്ടാക്കും ഒക്കെ ഈ ചോദ്യം വലുതിന്റെ അർത്ഥം എന്താണ്? പ്രായം കൊണ്ട് വലുതെന്നാണ് ചോദ്യം എന്നറിയാം. പക്ഷെ എന്നാൽ പോലും ഞാനാ വലുത് എന്ന് പറഞ്ഞാൽ ആ വാക്ക് ധ്വനിപ്പിക്കുന്ന ഒരു മര്യാദക്കേടുണ്ട്. അത് മാനിച്ചുകൊണ്ട് പറഞ്ഞില്ല. അതോടെ പറഞ്ഞു വലുത് നബിതങ്ങൾ തന്നെയാണ്, പക്ഷെ ആദ്യം ജനിച്ചത് ഞാനാണ്. ഇങ്ങനെയാണ് മുൻഗാമികളൊക്കെ പാലിച്ചിട്ടുള്ള അദബും മര്യാദയും. ആ അദബിലും മര്യാദയിലുമാണ് നമ്മളെ ഈമാൻ നിലനിൽക്കുക. അദബും മര്യാദയും എന്നെടുക്കപ്പെട്ടു പോയ നമ്മളെ ഈമാൻ ചോർന്നു പോകും. അതാണല്ലോ ഇബ്ലീസ് ലഅനത്തുല്ലാഹിലേക്ക് സംഭവിച്ചു പോയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനേക്കാൾ വലിയ അറിവ് ആദം നബി അലൈഹി സ്വലാമിന് കൊടുത്തു. ഇബ്ലീസ് ഉൾപ്പെടെ മലക്കുകളുടെ സാന്നിധ്യത്തിൽ അതാ അവരോടല്ല ആദ്യം ചില ചോദ്യം ചോദിച്ചു. അവരൊന്നിച്ചു പറഞ്ഞു, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. പടച്ചോനെ, നീ പഠിപ്പിച്ചു തന്നതല്ലാത്ത വിവരങ്ങളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. ആ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഞങ്ങളുടെ കയ്യിൽ ഉത്തരമില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ ആദം നബി അലൈഹി സ്വലാമിനോട് ചോദിക്കുന്നു. ആദം നബി അലൈഹി സ്വലാം കൃത്യമായ ഉത്തരം പറഞ്ഞു കൊടുക്കുന്നു. മലക്കുകളെയും ഇബ്ലീസിനെയും ബോധ്യപ്പെടുത്തുന്നു. ഇതാ നിങ്ങളെക്കാൾ വിവരമുള്ള ആളാണ് ആദം നബി അലൈഹിസ്സലാം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അപ്പൊ വിവരം കൂടുതലുള്ള ആളുകളൊന്ന് ആദരിക്കണം, ബഹുമാനിക്കണം. അതിനുവേണ്ടി ഉസ്ജുദൂ ലി ആദം, നിങ്ങൾ ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം. അല്ലാഹു പറയുന്നു, ഫസജദൽ മലായികത്തു കുല്ലുഹും അജ്മഊൻ. എല്ലാ മലക്കുകളും പടച്ചോന്റെ നിർദ്ദേശം മാനിച്ച് ആദം നബി അലൈഹി സ്വലാമിനെ ബഹുമാനിച്ചു. എന്നാൽ ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഇബ്ലീസ് മാറി നിന്നു, അവൻ വിസമ്മതിച്ചു, അവൻ അഹങ്കരിച്ചു. എങ്ങനെയാണ് അഹങ്കരിച്ചത്? അത് മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു. അവൻ ന്യായം പറഞ്ഞു, യുക്തിവാദം പറഞ്ഞു. ഖലഖതനീ മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. പടച്ചോനെ, എന്നെ നീ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്, ആദമിനെ പഠിച്ചത് മണ്ണിൽ നിന്നുമല്ലേ. അവന്റെ ന്യായം എന്താ?
തീ ഇങ്ങനെ മേലോട്ട് പൊങ്ങുന്ന സാധനം, മുകളിൽ നിൽക്കേണ്ട സാധനം, മണ്ണെപ്പോഴും താഴെ നിൽക്കുന്ന സാധനം. അതുകൊണ്ട് ഞാനാ വലിയവൻ. എല്ലാ യുക്തിവാദികളും യുക്തി ഇങ്ങനെയാണ്. യഥാർത്ഥ യുക്തിയാണോ ഇത്? നിങ്ങൾ ആലോചിച്ചു. മണ്ണോ തീയോ മുന്തിയ സാധനം. മണ്ണിൽ ഒരു വിത്ത് വെച്ചു കൊടുത്താൽ അത് കിളർത്തിട്ട് എത്ര വൃത്തി നമുക്ക് തീരുമാനം. തീയിൽ വെച്ചു കൊടുത്താലോ അത് കരിച്ച് കളയുന്ന സാധനമല്ലേ. മുന്തിയത് മണ്ണാണെന്ന് ചിന്തിക്കാവന് കഴിഞ്ഞില്ല. അങ്ങനെ അവൻ വഴിവിട്ട ഒരു യുക്തിവാദമായിട്ട് വന്നു. അള്ളാഹു അവനെ ശപിച്ച് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കാൻ അവൻ തയ്യാറായില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മളെ ഈമാന്റെ സംരക്ഷണം പടച്ചോൻ ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നതിലൂടെയാണ് കേട്ടോ. ഇത് പ്രായോഗികമായി ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഹജ്ജ് എന്ന കർമ്മത്തെ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. ഹജ്ജിന് വേണ്ടി അള്ളാഹു നമ്മളെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നത് പരിശുദ്ധ മക്കയിലേക്കാണ്. എന്താണ് അവിടുത്തെ പ്രത്യേകത? അവിടെ ഒരു ഗേഹമുണ്ട്, പരിശുദ്ധ കഅബം എന്ന് പറയുന്ന ഭവനമാണ്. ആ കഅബയുടെ സവിശേഷത ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിമക്കത്ത മുബാറകം വഹുദൻ ലിൽ ആലമീൻ. ലോകത്ത് ആദ്യമായി അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നതിനു വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് കഅബ. ഒന്ന്. രണ്ടാം പ്രത്യേകത മുബാറക, ബറക്കത്താക്കപ്പെട്ട പള്ളി എന്നതാണ്. മൂന്ന്, വഹുദൻ ലിൽ ആലമീൻ, സന്മാർഗം എന്താണെന്ന് ലോകത്തെ പഠിപ്പിക്കുന്ന കേന്ദ്രമാണത്. അവിടെ നടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളെ ബുദ്ധിപരമായി നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും ഏതാണ് ഇസ്ലാമിന്റെ ശരിയായ വിശ്വാസധാര ഇത് സുതാര്യം വ്യക്തമാവും ആ ഭവനത്തിലൂടെ. ഈ മൂന്ന് പ്രത്യേകതകളാണ് കഅബക്ക്. ആ കഅബയിലേക്കാണ് അല്ലാഹു നമ്മളെ ഹജ്ജിന് വേണ്ടി വിളിക്കുന്നത്. ലില്ലാഹി അലന്നാസ് ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ. സാമ്പത്തിക ശാരീരിക യാത്രാ ശേഷിയുള്ളവരൊക്കെ പരിശുദ്ധ കഅബയിൽ വന്ന് ഹജ്ജ് ചെയ്യട്ടെ. അങ്ങനെ വിളിച്ചു കൊണ്ടുപോയിട്ട് അല്ലാഹു നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഓരോ പണിയും നോക്കികൾ മൊത്തം അല്ലാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കണം. തവാഫ് തുടങ്ങേണ്ടതന്നെ ഹജറുൽ അസ്വദ് എന്ന കല്ലിൽ നിന്ന് ബർക്കത്തെടുത്തിട്ടാണ്. ഉമർ ഖത്താബ് നിങ്ങൾ ഹജറുൽ അസ്വദിന്റെ അടുത്ത് നിൽക്കുമ്പോൾ മുത്തുനബി പറഞ്ഞില്ലേ, ഉമറേ, കണ്ണീരൊലിപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സ്ഥലമാണിത്. എന്താണ് ആ കല്ലിന്റെ പ്രത്യേകത? അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണ്. മുത്തുനബി വരേക്കുമുള്ള അമ്പിയാക്കൾ ചുംബനം അർപ്പിച്ച കല്ലാണ്. അതിനെ മുത്തിമണക്കുന്നവർക്ക് അത് പരലോകത്ത് ശുപാർശകരാകുമെന്ന് തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ച കല്ലാണ്. ആ കല്ലിനെ മുത്തിമണത്ത് ബറക്കത്ത് നേടാൻ ലക്ഷോപലക്ഷം ജനങ്ങളതാ തിക്കും തിരക്കും കൂട്ടുമ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വാസമുള്ള ഒരാൾക്കല്ലാതെ ആത്മാർത്ഥമായി ഹജ്ജ് ചെയ്യാനോ തവാഫ് ചെയ്യാനോ മറ്റ് കർമ്മം ചെയ്യാനോ സാധിക്കുമോ? അല്ലെ, ഒരു വസ്തുവിൽ ബർക്കത്തെടുക്കാന്ന് നമ്മൾക്ക് ശിർക്ക് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ആ ബൈക്ക് പോകാൻ കഴിയില്ല. പിന്നെ അവരൊക്കെ പൊടിമരത്തിന് സല്യൂട്ട് അടിക്കണമാതിരി വെറുതെ ഒന്നിങ്ങനെ പോയി പോലെയാണ്. മനസ്സ് തട്ടിയിട്ട് ഹജ്ജ് ചെയ്യാൻ കഴിയില്ല. ഇനി അതാ 7 വട്ടം കഅബയെ ചുറ്റിക്കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. തവാഫിന്റെ സുന്നത്താണ്. അവിടെ പടച്ച റബ്ബിനൊരു നിർദ്ദേശമുണ്ട് നമ്മളോട്, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ലാ. ഇബ്രാഹിം മഖാം എന്ന കല്ല്, ഇബ്രാഹിം നബി ചവിട്ടി നിന്ന അവിടത്തെ കാൽപ്പാട് പതിഞ്ഞ കല്ല്, കഅബയുടെ കിഴക്ക് ഭാഗത്ത് വെടികൊള്ളാത്ത ചില്ലിനുള്ളിൽ സൂക്ഷിക്കപ്പെട്ട കല്ല്. അല്ലാഹു നിർദ്ദേശിക്കുന്നു, നിങ്ങൾ നിസ്കരിക്കുന്നത് ആ കല്ലിന്റെ പരിസരത്ത് നിന്നാവണേ. നിസ്കരിക്കുന്ന ആള് തന്റെയും കഅബയുടെയും ഇടയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാൽപ്പാട് പതിഞ്ഞ കല്ലിനെ വെച്ച് നിസ്കരിക്കുമ്പോൾ ഇത് ഇബ്രാഹിം നബിയെ പൂജിക്കലാണെന്നോ ആരാധിക്കലാണെന്നോ ഒരു വിശ്വാസിയുടെ മനസ്സിൽ ചിന്ത വരുമോ? ഇല്ല. നമ്മൾ അല്ലാഹു ആരാണെന്ന് നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അല്ലാഹ് ആദരിച്ച ഒരു മഹാനാണ്. ആ മഹാന്റെ ഒരു തിരുശേഷിപ്പിന്റെ പരിസരത്ത് വെച്ച് ഞാൻ ഒരു 2 റക്അത്ത് നിസ്കരിച്ചാൽ
ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് അതില്ലാത്തൊരു സ്ഥലത്ത് പോയി നിസ്കരിക്കുന്നതിനേക്കാൾ എന്റെ റബ്ബ് പരിഗണിക്കുമെന്നല്ലേ. അതെ, മഖാം ഇബ്രാഹിമിന്റെ ചാരത്ത് വെച്ച് നമ്മളൊന്ന് ദുആ ചെയ്താൽ അതില്ലാത്തൊരിടത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ബർക്കത്ത് കൊണ്ട് ഈ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമെന്നല്ലേ. ഇതല്ലേ ഖുർആൻ പറഞ്ഞത് മുബാറക, കഅബ ബർക്കത്താക്കപ്പെട്ട ഭവനമാണ്. മഹാന്മാരെ ആസാറ് കൊണ്ട് ബർക്കത്തെടുക്കലാണ് അവിടെ ഉള്ളത്. ഇത് നിഷേധിക്കുന്നവർ ആരാണ്? അത് ഇബ്ലീസിന്റെ സിദ്ധാന്തക്കാരാണ്. അല്ലാഹു ബഹുമാനിച്ചതിനെ നിസ്സാരപ്പെടുത്തുന്നവരാണ്. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം അതാണ് ശരിയായ റൂട്ട് എന്ന് കഅബയിൽ പോയി നോക്കിയാൽ കണ്ണുള്ളവർക്ക് കാണാൻ പറ്റുകയാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ബർക്കത്തെടുക്കലാണ് നമ്മുടെ സുന്നത്ത്. സംസം കുടിക്കുക. ഈ സുന്നത്തുകാരത്തിനെ പ്രത്യേകം സുന്നത്താ സംസം കുടിക്കുക. റസൂലുള്ളാഹി നിങ്ങൾ പറഞ്ഞു മാവു സംസം ലിമാ ശുരിബ. എന്തുദ്ദേശിച്ചു കുടിച്ചാൽ ലക്ഷക്കണക്കിന് ആളുകൾ ആത്മാർത്ഥമായി ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ കാലടിക്ക് കീഴിൽ നിന്ന് നിർഗളിച്ച ഈ ബർക്കത്താക്കപ്പെട്ട വെള്ളത്തിന് വേണ്ടി അതാ ക്യൂ നിന്ന് കുടിക്കുന്നു. ബർക്കത്ത് നിഷേധിക്കുന്നവർക്ക് എങ്ങനെ കഅബയുടെ പരിസരത്ത് പോകാൻ പറ്റും? സൃഷ്ടിപൂജ ആരോപിക്കുന്നവർക്ക്, മഹാന്മാരെ ആരാധിക്കുന്നു എന്ന് പറയുന്നവർക്ക്, അമ്പിയാക്കളെ ഔലിയാക്കളെ പടച്ചവന് കീഴിലുള്ള ദൈവങ്ങളാക്കുകയാണെന്ന് സുന്നികൾക്ക് നേരെ ആക്രോശിക്കുന്നവർക്ക് എങ്ങനെ ഇസ്ലാമിന്റെ കേന്ദ്രത്തിൽ പോയി ഹജ്ജ് ചെയ്യാൻ പറ്റും, ഉംറ ചെയ്യാൻ പറ്റും? ഇനി നോക്കൂ നിങ്ങൾ, അല്ലാഹു നമ്മളെ വിളിക്കുന്നത് സ്വഫയിലേക്കാണ്. എന്താണ് സ്വഫാ മർവയുടെ സവിശേഷത? ഖുർആൻ തന്നെ പറഞ്ഞു ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സ്വഫാ എന്ന കുന്നും മർവ എന്ന മലയും അല്ലാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളാണ്. ഈ കുന്നും മലയും താഴ്വരയും ദീനിന്റെ അടയാളങ്ങളായതെങ്ങനെ? പ്രവാചകന്മാരെ പാദസ്പർശനമായിട്ട സ്ഥലമാണ്, അവരെ ആസാറുകളാണ്, അവരെ ചരിത്രം ഉറങ്ങുന്ന ഭൂമികയാണ്. അവിടെ കയറി നിന്ന് ദുആ ചെയ്താൽ, ആ താഴ്വരയിലൂടെ നടന്നു പ്രാർത്ഥിച്ചാൽ ഈ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് ആ പ്രാർത്ഥന അല്ലാഹു പ്രത്യേകം പരിഗണിക്കുകയല്ലേ. ഇതല്ലേ ലോകത്ത് ഇസ്ലാമിന്റെ ശരിയായ ആദർശധാര എന്ന് പറയുന്നത്. ഞാൻ കേട്ടുന്നില്ല. ഹജ്ജിന്റെ പ്രധാന കർമ്മമായി നിശ്ചയിച്ചത് അറഫയല്ലേ. എന്തായിരുന്നു അറഫയുടെ ചരിത്രം? അബുൽ ബസ്ർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം വല്യുമ്മ ഹവ്വാ റളിയല്ലാഹു അൻഹയും ഭൂമിയിൽ ആദ്യം സംഗമിച്ച മണ്ണല്ലേ അത്. ആ ഉമ്മയുടെയും വാപ്പയുടെയും മക്കളതാ കൊല്ലത്തിൽ ഒരിക്കൽ ആ ഉമ്മയും വാപ്പയും സംഗമിച്ച മണ്ണിൽ ഒത്തുചേർന്ന് മനസ്സ് അറിഞ്ഞ് പ്രാർത്ഥന നടത്തുകയാണ്. ഈ വാപ്പനെയും ഉമ്മനെയും ഓർക്കാതെ ആർക്കാണ് അവിടെ ഹജ്ജ് കർമ്മത്തിൽ പങ്കാളികളാകാൻ പറ്റുന്നത്? മുസ്ദലിഫയിൽ അന്ന് രാത്രി നമ്മൾ രാപ്പാർക്കുന്നത് ഇവര് രാപ്പാർത്തതിനെ അനുസ്മരിച്ചല്ലേ. ഇങ്ങനെ അതാ നമ്മൾ മിനായിൽ രാപ്പാർക്കുന്നതും ജംറാത്തിൽ കല്ലെറിയുന്നതും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിന്റെ ഓർമ്മ പുതുക്കലല്ലേ. ഈ കാര്യങ്ങളൊക്കെ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ട് അല്ലാഹു ഇതിന്റെ രഹസ്യത്തെ കുറിച്ച് നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ദാലിക വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഇതെന്താണെന്നറിയുമോ? അല്ലാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യണം എന്ന് പറഞ്ഞ് നിങ്ങളെ വിളിപ്പിച്ചു കൊണ്ടുപോയി മഹാന്മാരുടെ ഓർമ്മകളും അവരാധാറ് കൊണ്ട് ബർക്കത്തെടുക്കലുമല്ലേ ഇതുവരെ ചെയ്യിപ്പിച്ചത്. അതിന്റെ രഹസ്യം മറ്റൊന്നുമല്ല. അല്ലാഹുവിന്റെ അടയാളങ്ങളെ, ദീനിന്റെ ചിഹ്നങ്ങളെ ആര് ബഹുമാനിക്കുന്നുവോ അതവന്റെ ഹൃദയത്തിലെ തഖ്വയുടെ ഭാഗമാണ്, ശരിയായ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പൊ ദീനിന്റെ ചിഹ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമ്പിയാക്കളാണ്, അവരുമായി ബന്ധപ്പെട്ട ആസാറുകളാണ്, ഔലിയാക്കളാണ്, ഉലമാക്കളാണ്, അലിമീങ്ങളാണ്, മുസ്ഹഫാണ്, കിതാബുകളാണ്, പള്ളിയാണ്, മദ്രസയാണ്, ഇൽമിന്റെ മജ്ലിസാണ്. ഇങ്ങനെ തുടങ്ങി ദീനിന്റെ ശിആറുകളോടൊന്നും പുച്ഛം തോന്നാതെ അതിനോടുള്ള അദബും ബഹുമാനവും കൽബിൽ കാത്തു സൂക്ഷിക്കുമ്പോഴേ അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചം നമ്മളെ കൽബിലിട്ട് തരികയുള്ളൂ. ആ തരത്തിൽ ശക്തമായ ഈമാൻ സ്വയത്തമാക്കി
പുതിയ കാലം അഭിമുഖീകരിക്കുന്ന എന്തെല്ലാം ചാബല്യങ്ങളുണ്ടോ അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ആർജവം ഈ ഉമ്മത്ത് നേടിയെടുക്കണം. അർഹമുർ-റാഹിമീനായ റബ്ബ് അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞു എഴുതിയ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് ദുആക്ക് ഇജാബത്തുള്ള സദസ്സുകളിൽ അല്ലാഹു പെടുത്തിത്തരുമാറാകട്ടെ. നാളെ മറ്റന്നാളൊക്കെ നേരത്തെ ഉണർത്തിയതുപോലെ പരമാവധി നേരത്തെ തന്നെ എല്ലാവരും എത്തിച്ചേർന്ന് നമ്മൾ പരിപാടി വിജയിപ്പിക്കണമെന്ന് ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് തങ്ങളുടെ നേതൃത്വത്തിൽ ഏതാനും സാധനങ്ങളുടെ ലേലം ചെയ്യും. അത് നമുക്ക്